السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. ويسألونك عن المحيض قل هو أذى فاعتزلوا النساء في المحيض ولا تقربوهن حتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين. نساؤكم حرث لكم فأتوا حرثكم أنى شئتم وقدموا لأنفسكم واتقوا الله واعلموا أنكم ملاقوه وبشر المؤمنين. صدق الله العظيم. സൂറ അൽ ബഖറ 221 ആയത്തുകൾ നമ്മൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു. 222, 223 ഈ രണ്ട് ആയത്തുകളാണ് ഞാൻ ഓതി വെച്ചത്. ഇത് ഞങ്ങളെ പറ്റിയുള്ളതാണെന്ന് പെണ്ണുങ്ങൾ പറയുന്നു. ശരിയാണ്. ആരാണ് പെണ്ണ്, എന്താണ് പെണ്ണ് എന്നതിനെ കുറിച്ച് ഇപ്പോഴും ആണിനും അറിഞ്ഞുകൂടാ, പെണ്ണിനും അറിഞ്ഞുകൂടാ എന്നതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് അറിവ് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ പിന്നെ കിട്ടുന്ന എന്തൊക്കെയോ ഊഹങ്ങൾക്ക് അറിവ് എന്ന് പേരിടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അവിവേകങ്ങൾക്ക് അറിവ് എന്ന് പേരിട്ട് വിളിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. യഥാർത്ഥ ഇൽമ് എന്താണ് എന്നത് മനസ്സിലാവണമെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ നിന്ന്, അതുപോലെ തിരുവചനങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. വളരെ സുപ്രധാനമായ ചില വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ കൈമാറാൻ പോവാണ്. അള്ളാഹു ഉപകാരപ്രദമായ വിജ്ഞാനം നമുക്ക് വർദ്ധിപ്പിച്ചിരുമാറാകട്ടെ. എന്തൊക്കെയാണ് അള്ളാഹിനോട് ചോദിക്കേണ്ടത്, എന്തൊക്കെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സ്വഹാബിമാർക്ക് നല്ല വിവരം ഉണ്ടായിരുന്നു. ജീവിതത്തിലെ എന്തെങ്കിലും ചില പ്രത്യേക കാര്യങ്ങൾ മാത്രം ചോദിക്കുകയും കഴിച്ചു ബാക്കിയിൽ ഊഹത്തെ പിന്തുടരുകയും ജാഹിലിയത്തിനെ പിന്തുടരുകയും ചെയ്യുന്ന ഒരു രീതി ആയിരുന്നില്ല അവർക്കുണ്ടായിരുന്നു. അവര് വളരെ വ്യക്തമായി കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും. നമ്മളെ ഒരു നാടൻ ചൊല്ലുണ്ട്, ചോദിച്ച് ചോദിച്ച് സ്വർഗത്ത് പോയിപ്പോ നാണിച്ച് നാണിച്ച് നരകത്തിൽ പോണ്ടാന്ന് പറയാം നമുക്ക് തൽക്കാലം. എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നാണം എന്ന് പറയുന്നത് നമ്മളെ നാശത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യാം. ഹയാ എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. ലജ്ജ ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യന് ഒന്നിനും പറ്റൂല.
ലജ്ജയും ഈമാനും ഇണകളാണ്. അതിന്റെ ഒന്നിന്റെ അഭാവത്തിൽ മറ്റേത് നിലനിൽക്കുകയില്ല എന്നാണ്. പക്ഷെ അറിവുണ്ടാക്കുന്ന വിഷയത്തിൽ ലജ്ജ എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധിയാണ്. അപ്പോ അത് മാറ്റിവെച്ചുകൊണ്ട് കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ യസ്അലൂനക, നിന്നോട് അവർ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞു. അതിന്റെ ഉത്തരങ്ങളും പറഞ്ഞു. ഉത്തരങ്ങൾ പറയുമ്പോൾ ചോദിച്ച ചോദ്യത്തിന് അക്ഷരാർത്ഥത്തിൽ ഉത്തരം പറയുന്നതിന് പകരം എന്താണോ മനസ്സിലാകേണ്ടത്, മനസ്സിലാവാൻ യഥാർത്ഥത്തിൽ എന്താണോ മനസ്സിലാവേണ്ടത് അത് പറയുന്ന രീതിയാണ് ഖുർആൻ സ്വീകരിക്കുക. അപ്പൊ ചിലപ്പോ അക്ഷരാർത്ഥത്തിൽ തന്നെ മറുപടി പറഞ്ഞിരിക്കും, ചിലപ്പോ അങ്ങനെ പറഞ്ഞില്ലെന്നിരിക്കും. ഏതായാലും ഇവിടെ യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു എന്നത് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. ഇത്തവണ അവർ ചോദിക്കുന്നത് അനിൽ മഹയ്യിൽ, ആർത്തവത്തെ സംബന്ധിച്ചാണ്. ഹൈൽ എന്ന് പറഞ്ഞാൽ സ്രവിക്കുക, പുറപ്പെടുക, തെറിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഈ ഹൈലുള്ള അവസ്ഥ, ഹൈലുള്ള ആള്, അതിനെക്കുറിച്ചാണ് മഹയ്യിൽ എന്ന് പറയുന്നത്. അപ്പൊ യസ്അലൂനക അനിൽ മഹയ്യിൽ, ആർത്തവത്തെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ആർത്തവം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? മെൻസ്ട്രുവേഷൻ എന്നാണ് പറയാം. പിന്നെ നമ്മളെ നാടൻ ഭാഷയിൽ പലതും പറയും. ആ പറയണ പോലെ അതിന്റെ ഉത്തരവാദി എന്നുള്ളൂ. കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയണം. അതിനെക്കുറിച്ച് ചോദിക്കുന്നു. ഖുൽ, പറയുക, ഹുവ അദൻ, അതൊരു മാലിന്യമാണ്, അല്ലെങ്കിൽ ഒരു പീഡാവസ്ഥയാണ്, ഒരു അസുഖകരമായ ഒരു സന്ദർഭമാണ്. ഫഅ്തസിലൂ, അതിനാൽ നിങ്ങൾ അകന്നു നിൽക്കുക, അന്നിസാ, സ്ത്രീകളിൽ നിന്ന്, ഫിൽ മഹയ്യിൽ, ആർത്തവകാലത്ത്, വലാ തഖ്റബൂഹുന്ന, നിങ്ങൾ അവരെ സമീപിക്കരുത്, ഹത്താ യത്ഹുർന, അവർ ശുദ്ധിയാകും വരെ, ഫഇദാ തതഹർന, അവർ ശുദ്ധിയായാൽ, ഫഅ്തുഹുന്ന, നിങ്ങൾ അവരെ സമീപിക്കുക, മിൻ ഹൈസു അമറക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചതു പ്രകാരം. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, യുഹിബ്ബു തവ്വാബീന, പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു, വയുഹിബ്ബുൽ മുതതഹ്ഹിരീൻ, ശുചിത്വം പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു. ആർത്തവത്തെ സംബന്ധിച്ചും അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, അത് മാലിന്യമാണ്. അതിനാൽ ആർത്തവ വേളയിൽ നിങ്ങൾ സ്ത്രീകളിൽ നിന്ന് അകന്നു നിൽക്കുക, ശുദ്ധിയാകും വരെ അവരെ സമീപിക്കരുത്. അവർ ശുദ്ധി നേടിയാൽ അള്ളാഹു നിങ്ങളോട് ആജ്ഞാപിച്ച പോലെ നിങ്ങൾ അവരെ സമീപിക്കുക. അള്ളാഹു പശ്ചാത്തപിക്കുന്നവരെ സ്നേഹിക്കുന്നു, ശുചിത്വം പാലിക്കുന്നവരെയും അവൻ ഇഷ്ടപ്പെടുന്നു. നിസാഉക്കും, നിങ്ങളുടെ പെണ്ണുങ്ങൾ, ഹർസുല്ലക്കും, നിങ്ങൾക്കുള്ള കൃഷിയിടമാണ്. ഫഅ്തൂ, അതിനാൽ നിങ്ങൾ സമീപിക്കുക, ഹർസക്കും, നിങ്ങളുടെ കൃഷിയിടത്തെ, അന്നാശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കും പ്രകാരം, വഖദ്ദിമൂ ലിഅൻഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കുക, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, വഅലമൂ, നിങ്ങൾ അറിയുക, അന്നക്കും, നിങ്ങളാണ്, മുലാഖൂ, അവനെ കണ്ടുമുട്ടുന്നവർ. വബശ്ശിരിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് ശുഭവാർത്ത അറിയിക്കുക. നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കും വിധം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്ത് ചെല്ലാവുന്നതാണ്. നിങ്ങളുടെ നന്മക്ക് വേണ്ടത് നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കണം. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക, അറിയുക, നിങ്ങൾ അവനുമായി കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സത്യവിശ്വാസികളെ സന്തോഷ വാർത്ത അറിയിക്കുക. ഇതാണ് ഇതിന്റെ വാക്കർത്ഥം. അപ്പോ
രണ്ട് അറ്റങ്ങൾ, രണ്ട് എക്സ്ട്രീം തീവ്രത എല്ലാ വിഷയത്തിലും അങ്ങനെ ഉണ്ടാവാറുണ്ട്. പരിശുദ്ധ ഇസ്ലാം എന്താണ്? ഉമ്മത്തൻ വസത്ത എന്നാണ്. എന്ന് പറഞ്ഞാൽ മധ്യമം, മധ്യമം അല്ല, ഒരു സംഗതിയുടെ സന്തുലിതമായ ഒരു ഭാഗമാണ് അത് ഉണ്ടാവുക. അപ്പൊ ഈ മെൻസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് സമീപനമാണ് അന്ന് അക്കാലത്ത് ഉണ്ടായിരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത്. അതിലൊന്ന് പൗരോഹിത്യത്തിന്റെ, മതപുരോഹിതന്മാരുടെ ഒരു നിലപാടാണ്. അതിന് നേതൃത്വം കൊടുത്തിരുന്നത് സ്വാഭാവികമായിട്ടും അന്നത്തെ ജൂതന്മാരാണ്. അവർക്കാണ് എല്ലാത്തിനും ഒരു മേൽക്കൈ. മതത്തിന്റെ ആൾക്കാർ എന്നൊക്കെ പറയുന്ന ഒരു സംഗതി അവരുടെ ഇതിലാണ്. അവരുടെ ഒരു സമീപനമാണ് ഒരറ്റത്തുള്ളത്. മറ്റേ അറ്റത്തുള്ളത് അറബികളിലെ ചില ജാഹിലിയ അറബികളിലെ ചില ആൾക്കാർ, അവരുടെ ഒരു സമീപനം. ഇത് വേറെ അർത്ഥത്തിൽ ഇന്നും ഈ രണ്ടറ്റങ്ങളും ഉണ്ട്. അപ്പൊ ഈ ആർത്തവത്തെ സംബന്ധിച്ച് ജൂതന്മാരുടെ ഒരു കാഴ്ചപ്പാട് എന്താന്ന് ചോദിച്ചാൽ, ആർത്തവകാരികളെ ജീവിതത്തിൽ നിന്ന് തന്നെ മാറ്റി വെക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവരെ വേറെ തന്നെ താമസിപ്പിക്കുക, അവരെ വീട്ടിൽ കയറ്റരുത്. ഭക്ഷണം ഉണ്ടാക്കുമ്പോ ആർത്തവമുള്ള ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റൂല. അത് നമ്മളെ ചില സമുദായങ്ങൾ അങ്ങനെ നമ്മളെ നാട്ടിലും ചെയ്തിട്ടുണ്ട്. അതായത് അവർക്ക് വേറൊരു ഷെഡിലാണ് അവരെ താമസിപ്പിക്കുക, തീണ്ടാരി. അവരെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വേറെ താമസിപ്പിക്കും. അപ്പൊ ആ കാലത്ത് അവര് കോരിയ വെള്ളം, അവർ കിണറ്റിൽ വെള്ളം കോരാനൊന്നും പാടില്ല, കാരണം വെള്ളം കോരിയാൽ കിണർ അശുദ്ധാവും എന്നൊക്കെ ഉള്ള വിശ്വാസമാണ് തീണ്ടാരി. അപ്പൊ അതുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്ന, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന, മറ്റുള്ള ഒരു സംഗതിയിൽ ഇടപെടാൻ പറ്റാത്ത ഒരു രീതിയിലാണ് അന്ന് ജൂതന്മാര് കണ്ടിരുന്നത്. അപ്പൊ ആ വീട്ടിൽ തന്നെ ഉണ്ടാവില്ല. ഇനി നേരെ അപ്പുറത്തൊരു വശം എന്താണെന്ന് വെച്ചാൽ ആയാലും വലിയ കാര്യമില്ല എന്ന നിലക്ക് സാധാരണമായ ലൈംഗിക ബന്ധങ്ങളൊക്കെ പറ്റുന്ന ഒരു സ്വഭാവത്തിലാണ്. അപ്പൊ ഇന്ന് ചില സമുദായങ്ങളിൽ ഈ പറഞ്ഞ പോലെ തീണ്ടാരിപ്പുരകളൊക്കെ ഇന്നുണ്ട്. അതേസമയം നിങ്ങൾ പുതിയ ഈ ന്യൂജൻ ആൾക്കാരോട് ചോദിച്ചാൽ, ഈ മൈക്ക് ഇങ്ങനെ തൊള്ളയിൽ കുത്തിച്ചേരി ചോദിക്കണ ഒരു പരിപാടിയില്ലേ, സോഷ്യൽ മീഡിയയിലൊക്കെ കാണല്ലേ, റോഡുമ്പോ കൂടി പോണ ആൾക്കാരോടൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പൊ പറയണ എല്ലാ കാര്യവും ഇതിൽ കാണിക്കൂല. ഈ ചോദിക്കുന്ന ആളുടെ താല്പര്യത്തിനനുസരിച്ച് പറയണതാണ് ഇതിൽ കാണിക്കുക. ഒരു സംവാദം എന്നുള്ളവർക്ക് ഒന്നോ രണ്ടോ മറുവാക്കും കൂടി കാണിച്ചെങ്കിലേ ഉള്ളൂ. ഇയാൾക്കൊരു താല്പര്യമുണ്ട്. അപ്പൊ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പറയുന്ന ആൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കഥ ഉണ്ടോ? അതൊന്നുമില്ല. ഏതായാലും ഗൂഗിളിനോട് നിങ്ങൾ ചോദിച്ചാൽ ഗൂഗിൾ പറയാൻ എന്താന്ന് വെച്ചാൽ അതൊരു ഒരു സ്വാഭാവികമായ ഒരു സംഗതിയാണ്. ലൈംഗിക ബന്ധത്തെ സംബന്ധിച്ച് അതൊരു വിഷയമുള്ള കാര്യമൊന്നുമല്ല. അതിന്റെ ആദ്യവും അവസാനവും നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജാഹിലിയ അറബികളുടെ ആ ഭാഗം ഇന്നുണ്ട് എന്നർത്ഥം, പുതിയ സംഗതി. മറ്റേതും ഉണ്ട്, മതപൗരോഹിത്യം. ഇതിന് രണ്ടിലും ഇടയിലുള്ള ഒരു സമീപനമാണ് പരിശുദ്ധ ഇസ്ലാം കാണിക്കുന്നത്. ആവട്ടെ, അങ്ങോട്ടുള്ള സമീപനത്തിലേക്ക് പോണതിന്റെ മുന്നേ ഇതെന്താ സാധനം എന്ന് നമുക്കറിയോ എന്നുള്ളതിനെ കുറിച്ച് ആദ്യം ഒരു ചർച്ച. അപ്പൊ ഇതിപ്പോ എന്താ അറിയാനാണ്, ഇങ്ങനത്തെ സംഗതികളൊന്നും ഇപ്പൊ നമ്മൾ തമ്മിൽ പറയലില്ലല്ലോ. ഇതൊക്കെ ഒരു മോശപ്പെട്ട ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതാരാ പറഞ്ഞു കൊടുക്കാന്ന് വെച്ചാല് ഉമ്മമാര് മക്കൾക്ക് ചിലപ്പോ പറഞ്ഞു കൊടുക്കും. അതിന് ഉമ്മക്ക് തിരിയെങ്കിലല്ലേ. ഉമ്മന്നെ പണ്ട് പഠിച്ചു മോശമാണെങ്കിലോ അപ്പൊ മക്കളും അതാണ് പഠിക്കുക. അല്ലെ താത്താരാണ് പറഞ്ഞു കൊടുക്കുക, താത്താക്ക് ഇതിനെ പറ്റി അറിയില്ലെങ്കിലോ. അപ്പൊ അറിവുകേടാണ് കൈമാറ്റം ചെയ്യപ്പെടുക. പിന്നെ നമുക്ക് മൊത്തത്തിൽ ഇത്തരം സംഗതികളോടുള്ള ഒരു വിചാരം, ഒരു ഭയത്തിന്റെയും
ഒരു ഒരു അകന്നു നിൽക്കുന്നതിന്റെ. ഇപ്പൊ ഒരു കുട്ടി, ചെറിയൊരു കുട്ടി, 2ലോ 3ലോ പഠിക്കുന്ന ഒരു കുട്ടി വന്നിട്ട് ഉമ്മനോട് ചോദിച്ച്, ഉമ്മ സെക്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. ഉമ്മ ആകെ ബേജാറായി. പഠിച്ച തമ്പുരാൻ, എന്റെ കുട്ടി പേച്ചു പോയല്ലോ, എന്തൊക്കെയാ ഇവൻ ചോദിക്കണത്, ഇവൻ ഈ ജാതി ചോദ്യമൊക്കെ ചോദിക്കണത് എന്നും പറഞ്ഞിട്ട് ഓനോട് മറുപടി ഒന്നും പറയാണ്ട് ഓടിപ്പോയിട്ട് മൂപ്പരോട് പറഞ്ഞു, നിങ്ങൾ കേട്ടോ, നമ്മളെ മോൻ ചോദിക്കുകയാണ്, ഇങ്ങനൊക്കെ ചോദിച്ച കുട്ടികൾ വെടക്കായി പോയല്ലോ, ഇതന്നാണ് ഈ സോഷ്യൽ മീഡിയന്റെ ഒക്കെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പ്രശ്നം. ഇയാൾ അതിനെക്കാട്ടും വലിയ ടെൻഷനായി, അയാൾക്ക് പ്രഷറൊക്കെ കൂടി, ഇങ്ങനെ എന്താ ചെയ്യാ, അങ്ങനെയാണ് ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര പ്രശ്നം. ഈ പ്രായത്തിൽ ഇവൻ ഇതൊക്കെ ഇനിയിപ്പോ എങ്ങനെയാ ഇപ്പൊ ഇവനോട് ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്ന് അറിയാത്ത പ്രശ്നം. ഇയാളുടെ കൂട്ടുകാരനെ വിളിച്ചിട്ട് എങ്ങനെ 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടീനോട് എങ്ങനെയാണ് ഈ സെക്സ് എന്താണെന്ന് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്ന് വെച്ചിട്ട് ഫോൺ ചെയ്തിട്ട് ആകെ അയാൾക്കും തുമ്പില്ല. അപ്പൊ ഇവനെ ഈ ചോദിച്ച കുട്ടിക്കാണെങ്കിൽ ഇത് ഉത്തരം കിട്ടണം, നേരം ചെയ്യും, കുറെ നേരം ചോദിക്കും. അപ്പൊ ഇവനെ ഇങ്ങനെ ഇടങ്ങേറായി. അവസാനം ഇപ്പൊ പിന്നെ ഉമ്മ അതൊന്ന് പറഞ്ഞുതരാം മോനെ എന്നുള്ള നിലക്ക. അപ്പൊ ഇത് ഇവന്റെ മുമ്പിൽ ആകെ ഒരു പ്രശ്നം, ഓനൊരു ഫോം ഫില്ല് ചെയ്യായിരുന്നു. അപ്പൊ നെയിം, ഏജ്, സെക്സ്. നെയിം ഓൻ എഴുതി, ഏജും എഴുതി, സെക്സ് മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് എഴുതണം, അത് ഓൻ അറിഞ്ഞൂടാ. ഓൻ ചോദിച്ചാണ് സെക്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന്. അപ്പൊ ഉമ്മ ഈ ഫോം വാങ്ങിയിട്ട് ആടെ മെയിലിന് എഴുതിക്കോ പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നേ ഉള്ളൂ. പക്ഷെ ഇത് കേട്ട് കേട്ടതോട് കൂടിയിട്ട് ആകെപ്പാട് പ്രശ്നം. ഇപ്പൊ നിങ്ങൾ ചിരിച്ചില്ലേ? പക്ഷേ ഇങ്ങനെ തന്നെ പല പ്രശ്നവും. നമ്മൾ വിചാരിക്കുന്ന അത്ര സംഭവം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, അങ്ങോട്ട് വിചാരിക്കണേന് പിന്നെ പ്രത്യേകിച്ച് ടിക്കറ്റ് എടുക്കൊന്നും വേണ്ടല്ലോ, ബസ്സിന് അല്ലെ, വിചാരം ഇങ്ങനെ പറന്ന് എവിടെയോ എത്തിപ്പോ. അല്ലാ, എന്റെ മോൻ ഇങ്ങനെ ആയിപ്പോയി, എന്റെ മോൾ ഇങ്ങനെ ആയിപ്പോയി, അവൾ എന്തെല്ലാം കാണുന്നത്, എന്തെല്ലാം പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര പ്രശ്നം. നമ്മൾ ചിലപ്പോ മോൻ ബാത്റൂമിലേക്ക് പോയതായിരിക്കും, അപ്പൊ ഫോൺ അവിടെ വെച്ചിട്ട് പാഞ്ഞതായിരിക്കും. അപ്പൊ നമ്മൾ ഫോണിൽ പോയി നോക്കുമ്പോൾ വളരെ മോശപ്പെട്ട ഒരു സാധനം കേട്ടോ. അല്ലാ, എന്റെ മോൻ ഇങ്ങനെ ഇതോൻ പോയതിന്റെ ശേഷം മാറിയതായിരിക്കും ചിലപ്പോ. ഇതിങ്ങനെ അടുത്ത് വരുമല്ലോ, ഒന്ന് കഴിഞ്ഞാൽ അടുത്ത് വരും. പക്ഷെ നമ്മൾ അതോടുകൂടി ഒരു തീരുമാനത്തിലെത്തി, പിന്നോട്ടൊന്നും മിണ്ടാണ്ടായി. അല്ലെങ്കിൽ ഓനെ ഭയങ്കര കൗൺസിലിങ്, ഓനോട് തന്നെ മോനെ മോശപ്പെട്ട സാധനമല്ലടാ ഇതിൽ കാണുന്നത്, എന്താ ഇങ്ങനെ, അല്ലാ ഞാൻ കണ്ടില്ല കേട്ടോ ഉമ്മ എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വെച്ചു പുലർത്തുന്ന ഒരു വല്ലാത്ത ഒരു സംഗതി, ഇത് മാറ്റേണ്ടതുണ്ട് എന്നും കൂടിയാണ് ഈ പറയുന്നത്. എന്താണ് മെൻസ്ട്രുവേഷൻ? അപ്പൊ അത് നിങ്ങളങ്ങോട്ട് പോയിക്കോളി, ഇങ്ങനെ ഉള്ളൊരു രീതിയാണ്. അപ്പോ ചിലപ്പോ മോൻ ചോദിക്കുന്നുണ്ടാവും, ഉസ്താദ് എന്താ നിസ്കരിക്കാത്തത്? അപ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ, അപ്പൊ ചെന്നാല് അല്ലേ, അല്ലെങ്കിൽ ഗൾഫിലുള്ളപ്പൊക്ക് ഫോൺ ചെയ്യുമ്പോൾ ഞാൻ പറയും കേട്ടോ, ഉസ്താദ് നിസ്കരിച്ചില്ല, ഞാൻ പറയൂ. അപ്പൊ ഈ കുട്ടി എന്നിട്ട് ആകെപ്പാടെ എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. ഞാൻ നിസ്കരിച്ചെന്ന് പറഞ്ഞു നോക്കും ചിലപ്പോ. ഇല്ലല്ല, കള്ളത്തരം പറയാം, ഞാൻ ബാങ്ക് കൊടുക്കുന്ന നേരം മുതൽ ഞാൻ അവിടെ തന്നെ ഉണ്ടല്ലോ, അതിന്റെ അടുത്ത് തന്നെ അല്ല, അത് നിസ്കരിച്ചില്ല. അല്ല ഈ കാണായിട്ടാ, എന്തിനാ കള്ളത്തരം പറയണേ? അപ്പൊ മോനെ, മാസത്തില് പെണ്ണുങ്ങൾക്ക് ഇത്ര ദിവസം നിസ്കരിക്കേണ്ടിയില്ല, അത് അള്ളാഹു തന്ന ഇളവാണ്, അത് നമ്മളെ ശരീരത്തിന്റെ ഒരു പ്രത്യേകതയാണ്, മോൻ വലുതായാലും മനസ്സിലാവൂട്ടോ എന്ന് പറഞ്ഞു കൊടുത്താൽ തീരുന്ന ഒരു സംഭവമുള്ളൂ. ഉമ്മ നിസ്കരിച്ചില്ല, ഉമ്മ ഈ കാണാച്ച കള്ളത്തരം പറയാണ്, ഈ കുട്ടിക്ക് മനസ്സിലാവും ഉമ്മ കളവ പറയണത്. അപ്പൊ ഇങ്ങനെ ഒരു ഒളിച്ചുകളിന്റെ പ്രശ്നം യഥാർത്ഥത്തിൽ ഇല്ല മോനെ. ഇങ്ങനെയൊക്കെ ചില സംഗതി ഉണ്ട്, ഇങ്ങനെയൊക്കെ എന്താണ് ഓന് മനസ്സിലാകുന്ന പറഞ്ഞാൽ മതി. പക്ഷേ എന്താണ് ഇനി ഓന് മനസ്സിലാവുന്ന നടക്കട്ടെ, നമുക്ക് മനസ്സിലാകുന്നത് പറയാം. എന്താണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ മെൻസ്ട്രുവേഷൻ, എന്താണ് ആർത്തവം എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോ ഇങ്ങനെ നമ്മുടേതായ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോഴും നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ വേറെ നടക്കുന്നുണ്ട്. ഇത് വളരെ കൃത്യമായ ഒരു മെക്കാനിസമാണ്. നമ്മളിപ്പോ ശ്വാസം അയക്കണ പോലും നമ്മൾ അറിഞ്ഞു ചെയ്യണ ഒരു പണിയല്ല, ആണോ? അല്ല. പക്ഷെ ഇപ്പൊ അറിഞ്ഞു ചെയ്തിട്ട് ഒരു ശ്വാസമെങ്കിലും നിങ്ങൾ വലിച്ചുണ്ടാവും. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ അതിനെ പറ്റി ചിന്തിച്ചു, അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാറില്ല, അതങ്ങനെ മേലോട്ട് പോകുന്നതായിട്ട് ഇത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ചില പ്രാണിയൊക്കെ അതും കയറിപ്പോവും. അപ്പോഴൊക്കെ ചിലപ്പോ നമ്മൾ അറിയാം. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരമാകുന്ന എഞ്ചിന്റെ അകത്ത് പലതും നടക്കുന്നുണ്ട്.
അതിനൊരു കൃത്യമായ നിയതമായ ഒരു താളമുണ്ട്, ഒരു രീതിയുണ്ട്. ആ എഞ്ചിന് പറ്റുന്നതും പറ്റാത്തതും ഉണ്ട്. ഏതൊരു എഞ്ചിനും അതിന് വേണ്ടിയ ഇന്ധനം ഉണ്ടാവും. ഇപ്പോ പെട്രോൾ അടിച്ചു ഓടുന്ന കാറിന്റെ അകത്ത് ഡീസൽ അടിച്ചാൽ എന്താ സംഭവിക്കുക? എന്തോ സംഭവിക്കും അല്ലേ? അരുതാത്തത് എന്തോ സംഭവിക്കും. ഇനി പെട്രോളും ഡീസലും എഞ്ചിനും ഒക്കെ പോട്ടെ, മിക്സി ഇല്ലേ, മിക്സി നമ്മളെ ജ്യൂസ് അടിക്കണേ, അതിൻ്റെ അകത്ത് കുറച്ച് ചരലും കഷ്ണോ ഒക്കെ ഇട്ടിട്ട് അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇനി അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് കട്ടിങ്സ് ഒക്കെ എടുത്തിടുന്ന കൂടുതൽ സ്പൂണും കൂടി അതിൽ ഇട്ടിട്ട് അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇത്രേ ഉള്ളൂ. അപ്പൊ ആ സ്പൂൺ അടിക്കേണ്ട മിഷൻ അല്ല അത് എന്നതുകൊണ്ടാണ് അത് അതിലിട്ടാൽ ശരിയാവുന്നത്. മുമ്പ് നമ്മൾ കുപ്പി കഴുകാൻ വേണ്ടിയിട്ട് ചെറിയ ചരലിന്റെ കല്ലും പിന്നെ കടലാസ് മുറിച്ചിടുന്ന ഒരു പരിപാടി ഇല്ലേ, ഒക്കെ ഉണ്ടായിരുന്നു പണ്ട്. അങ്ങനെ ഫ്ലാസ്കിന്റെ ഉള്ളിൽ കല്ലിട്ടിട്ട് കുലുക്കി പൊട്ടിച്ച ആൾക്കാരൊക്കെ പലരും ഉണ്ട്. ഒരാൾ മൂപ്പരോട് പറഞ്ഞില്ല എന്നുള്ളൂ, പണ്ടത്തെ മാതിരി ഫ്ലാസ്കിൽ വെച്ചിട്ട് ചൂട് നിൽക്കണില്ല എന്നൊക്കെ മൂപ്പരെ പറഞ്ഞ് തൽക്കാലം സലാമത്താക്കിയതാണ്. പക്ഷെ സംഗതിയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ കാര്യം? അതിന് താങ്ങാവുന്നതിന്റെ അപ്പുറത്തുള്ള സാധനം അതിലിട്ട് കുലിക്കാൽ എന്താവും? ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതുപോലെ രുചി കണ്ട്, മണം കണ്ട്, നിറം കണ്ട് നമ്മൾ ചില സാധനങ്ങൾ ഈ എഞ്ചിനിന് പറ്റാത്തത് വാരി കയറ്റുമ്പോഴാണ് നമ്മളുടെ ഈ സിസ്റ്റത്തിനൊക്കെ പല തകരാറുകൾ സംഭവിക്കുക. അപ്പൊ നമ്മളെ സിസ്റ്റം ഉണ്ട് എന്ന് പറയാം, ഇത്രേ ഉള്ളൂ. അപ്പൊ പുരുഷന്മാരെ സംബന്ധിച്ച് പുരുഷന്റെ ശരീരം വളരെ ചെറിയ കുട്ടിയാകുന്നിടത്ത് മുതൽ ആ ശരീരം ഇങ്ങനെ വളർന്ന് 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 ഇങ്ങനെ വരും. ആ വളർച്ചയില് ഇവൻ ഒരു ആൺകുട്ടി എന്നുള്ളിടത്തുനിന്ന് ഒരു പുരുഷൻ എന്നുള്ളിടത്തേക്ക് മാറുന്ന ഒരു സമയമുണ്ട്. ഉമ്മമാര് ശരിക്ക് ശ്രദ്ധിക്കേണ്ട, ബോധമുള്ള ഉമ്മമാർക്ക് മനസ്സിലാവും. ആ മാറുന്ന ഒരു സമയത്ത് പല ലക്ഷണങ്ങളും കാണിക്കും. ചെറിയ പൊടിമീശ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ, ശബ്ദത്തിന് ചെറിയ മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും. ഇവിടെയുള്ള ഈ സാധനത്തിന് എന്തെങ്കിലും പറയാ, അത് ഇങ്ങനെ ലേശം ഒന്ന് കനപ്പെട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ ചില ലക്ഷണങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കും. മെൻസ്ട്രേഷൻ ഉണ്ടാവൂല, അത് ആണിനില്ല, പെണ്ണിനേ ഉള്ളൂ. ആണിന് തന്നെ എല്ലാം കൊടുത്ത് എന്ന് പറഞ്ഞിട്ട് പരാതിപ്പെടണ്ട. പെണ്ണിന് മാത്രമല്ല കൊടുത്ത ചില സാധനങ്ങളുണ്ട്. അത് നിങ്ങൾ എത്ര തലകുത്തി വിചാരിച്ചിട്ട് കാര്യമില്ല, ആണിനുണ്ടാവില്ല. ഇനിയിപ്പോ ഒരാൾ ട്രാൻസ് വുമൺ ആവാൻ തീരുമാനിച്ചു വിചാരിക്കുക. ഒരാണ് എനിക്ക് പെണ്ണാവണമെന്ന് തീരുമാനിച്ച് ഹോർമോണുകളൊക്കെ കുത്തിവെച്ച് സ്തനങ്ങൾ വളർച്ച ഉള്ള രീതിയിലാക്കി രോമങ്ങൾ നിൽക്കാനുള്ള ഹോർമോൺ കുത്തിവെച്ച് ഇങ്ങനെയാണ് ട്രാൻസ് വുമൺ ആവുക, ഒരാണ് പെണ്ണാവുക. അപ്പോ അതൊക്കെ സംഭവിച്ചാലും മെൻസ്ട്രേഷൻ സംഭവിക്കില്ല. കാരണം എന്താന്ന് വെച്ചാൽ ആ സിസ്റ്റം അതിലില്ല. അപ്പോ ഒരാണിന് മെൻസ്ട്രേഷൻ ഉണ്ടാവില്ല. അതേ സമയത്ത് ആൺകുട്ടിക്ക് ചില ലക്ഷണം, ഈ ലക്ഷണങ്ങൾ ഉമ്മമാർ ശ്രദ്ധിക്കണം. എന്തിനാ ശ്രദ്ധിക്കുന്നത്? ആ സമയത്ത് മാറ്റിക്കിടത്തണം. അപ്പുറത്തുനിന്ന് അനിയത്തിന്റെ മക്കളൊക്കെ വന്നിട്ടുണ്ട്, ഓല് കളിക്കുക, ഓല് കുട്ടികളല്ലേ എന്ന് വിചാരിക്കരുത്. വലുതായാലും ഇപ്പൊ ഏതായാലും ഓൾക്ക് ഒന്നിച്ചെടുക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ അവൻ ഇപ്പൊ കിടന്നോട്ടെ എന്ന് വിചാരിക്കരുത്. ഏറ്റവും കൂടുതൽ ലൈംഗിക ദുരുപയോഗവും മിസ്യൂസ് ചെയ്യുന്നതും ലൈംഗിക പീഡനങ്ങൾ നടക്കുന്നതും അങ്ങാടി എന്നല്ല, വീട്ടിൽ നിന്നാണ് എന്നാണ്. അപ്പൊ അതൊക്കെ മാതാക്കൾ, പണ്ടൊക്കെയാണ് വല്യമ്മമാര് നോക്കിയാൽ, ഇപ്പൊ അമ്മമാർക്ക് ഇതിനുള്ള നേരമില്ല, അല്ലെങ്കിൽ അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ നോക്കിയാലാവോ എന്നുള്ള ഒരു സാമാന്യ നിസ്സാരവൽക്കരണം ഒക്കെ സംഭവിക്കും. അപ്പൊ ഏതായാലും ആണിന്റെ ശരീരത്തിൽ ഇങ്ങനെ ചിലതൊക്കെ ഉണ്ടാകുന്നുണ്ട്, അത് ഉമ്മമാര് ശ്രദ്ധിക്കുക. പെണ്ണിന്റെ ശരീരത്തിലും സ്ത്രൈണത, ഈസ്ട്രജൻ, പിന്നെ ഹോർമോണുകളുടെ വളർച്ചയും അതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ ഉണ്ടായി വരും. അപ്പൊ അവൾ അവളുടേതായ ചില ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങും. അതൊരു 15 വയസ്സൊന്നും ആകണ്ട, 9 വയസ്സ് മുതൽ ആവാം. 9 വയസ്സിന് മുമ്പേ മെൻസ്ട്രേഷൻ ഉണ്ടാവൂല എന്നാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് രോഗാവസ്ഥയാണെന്ന്. അപ്പോ മോളോട് പറഞ്ഞ് മനസ്സിലാക്കണം, മോളെ എങ്ങനെ ചില സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സ്കൂളിൽ പോകുമ്പോഴോ വേറെ എന്തെങ്കിലും സമയത്തോ എന്തെങ്കിലും ഒരു രക്തം കണ്ടാലോ എന്തെങ്കിലുമൊക്കെ ആയാലും ബേജാറാവുണ്ടട്ടോ മോളെ, അതിങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ കുട്ടി ടെൻഷനാവും, ബേജാറാവും, പ്രയാസങ്ങളുണ്ടാവും, കുട്ടികളുടെ ഇടയിൽ മാനം കെടും, ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ പെൺകുട്ടിക്ക് മാത്രമല്ല
ആങ്ങളാർക്കും പറഞ്ഞു കൊടുക്കണം, ആങ്ങളാരടക്കട്ടെ കൊലായ്മ കുത്തിരിക്കണ ചങ്ങായിക്കും ഒന്ന് പറഞ്ഞു കൊടുക്കണം ഇതെന്താണ് സാധനം എന്ന് പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ അയാൾ തന്നെ നമ്മളെ പിടിച്ച് തച്ചിണ്ടാവും സുബഹിസ്കരിക്കാണീക്കാത്ത. ഇങ്ങനെയൊക്കെ സംഭവിക്കും വീട്ടില്. ഓൾക്കിത് പറയാൻ കഴിയില്ല. ഓൾക്ക് പറയാൻ കഴിയാതെ വരുമ്പോ വാപ്പക്കെതിരെ ഇത് തിരിയൂല. എന്നാൽ ഈ ഉമ്മ എന്ന് പറയുന്ന ആള് ഇയാളോട് ഇത് പറഞ്ഞും കൊടുക്കുന്നില്ല. എന്നിട്ട് ആകപ്പാടെ ഓളപ്പം വിളിക്കണ്ട, ഓളപ്പം അറിയിക്കണ്ട, ഓളപ്പം നിസ്കരിക്കാൻ വിളിക്കണ്ട, എന്താ വിളിച്ചാല് ഇയാൾ കുട്ടികളതൊക്കെ പഠിപ്പിക്കണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇയാള് വരും. ഇയാൾക്കും അറിയില്ല ഇതെന്താ കഥ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പരസ്പരം കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന വിവേകമുള്ള രീതിയിൽ കൈമാറ്റം ചെയ്യണം. അപ്പൊ ശരീരത്തിൽ ഈ ഹോർമോണുകളുടെ വർധനവും ഈ സംഗതികളും വെച്ചുകൊണ്ട് ഇതാ ഈ ശരീരം ഗർഭധാരണത്തിന് റെഡിയാണ്, ഞങ്ങളിവിടെ ഒരുങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എന്തല്ലോ കോഴ്സിന് പോയതാണ്, നിങ്ങൾ വേറെ ഓരോ പണിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഞങ്ങൾ എന്തായിട്ടുണ്ട്, സെറ്റാണ്, റെഡിയാണ്. ഇനി പുരുഷ ബീജം വന്ന് ബീജസങ്കലനം നടക്കുകയേ വേണ്ടൂ, ഇവിടെ ഓക്കെയാണ് എന്നൊരു സാഹചര്യം ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിൽ ഒരു ഘട്ടത്തിൽ ഉണ്ടാകും. പക്ഷേ ലൈംഗിക ബന്ധം നടക്കുകയോ ബീജസങ്കലനം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെയാണ് ഈ ഹൈൽ എന്ന് പറയുന്ന, സ്രവം എന്ന് പറയുന്ന, അൽ മഹീൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകും. അപ്പൊ ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ നിന്ന് ഇതിന് തയ്യാറായി നിന്ന ഘടകങ്ങൾ പുറത്തേക്ക് പോകും. ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോ രക്തം മാത്രമല്ല പുറത്തേക്ക് പോകുന്നത്, ഗർഭാശയ ഭിത്തിയിലെ ഏറ്റവും നേർത്ത ഒരു പാളിയുണ്ട്, എൻഡോമെട്രിയം എന്നാണ് അതിന് പറയാ. ഇത് ഇങ്ങനൊക്കെ അതിനു എന്ന് ചിന്തിക്കണ്ട, ഇങ്ങനൊക്കെയാണ്. എൻഡോമെട്രിയം എന്ന് പറയുന്ന ഈ പാളി എന്തെന്ന് വെച്ചാൽ അത് പൊട്ടും, അത് അടരും. ആ പാളി രക്തത്തോടൊപ്പം പുറത്തേക്ക് പോകും. അപ്പൊ രക്തം മാത്രമല്ല പോവുക. അതുകൊണ്ടാണ് അതിന് വ്യത്യസ്തമായ നിറങ്ങളെ കുറിച്ചൊക്കെ ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ സംഗതി പുറത്തേക്ക് പോകുമ്പോ ശരിക്കും എന്ത് സംഭവിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഗർഭാശയ നാളം വികസിക്കുന്നു, അത് തുറന്നു വരുന്നു, അതോടൊപ്പം മുറിവുണ്ടാകുന്നു. എൻഡോമെട്രിയം എന്ന് പറയുന്നതിന്റെ പാളി അടർന്നു പോരുകയാണ്. അടർന്നു പോരുന്നിടത്ത് മുറിവുണ്ടാവും. അത് ചില ആളുകൾക്ക് അസഹ്യമായ വേദനയായിട്ട് അനുഭവപ്പെടും, വമ്പിച്ച ക്ഷീണമായിട്ട്. അതാണ് അദൻ എന്നിവിടെ പറഞ്ഞത്. മനസ്സിലായോ? അദൻ അതൊരു പീഡാവസ്ഥയാണ്. അത് കൂടിയും കുറഞ്ഞും ഒക്കെ അളവിലുണ്ടാവും. ഇത് നമ്മള് ഇത്തരം കാര്യങ്ങളിലുള്ള അജ്ഞത കൊണ്ട് എന്താ സംഭവിക്കണം എന്ന് വെച്ചാൽ, ഞാൻ ഒരു കാര്യം പറയാം. കല്യാണ നിശ്ചയം ആരാ നടത്തല്? നിശ്ചയം ആരാ നടത്തുക? ആണുങ്ങൾ. പെണ്ണുങ്ങൾ എന്തായാലും ചോറ് വെക്കുകയായിരിക്കും, വന്ന ആൾക്ക് ചായ കൊടുക്കുകയായിരിക്കും. ഒന്നുകിൽ കോലായ്മയിൽ ഇരുന്നിട്ട് പള്ളി പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ അതിന് ചുമതലപ്പെടുത്ത മഹലിലുള്ള ഒരാൾ ഡയറി ആയിട്ട് വരും. മഹല് അന്നത്തെ കല്യാണം എടുക്കുന്നുണ്ട് എന്നുള്ള മാത്രം ആ ഡയറിയിൽ ഉണ്ടാവും. പിന്നെ കാരണവന്മാരുണ്ടാവും, അളിയന്മാരുണ്ടാവും, വ്യാപാരുണ്ടാവും, അവരൊക്കെ ഉണ്ടാവും. എപ്പാ നടത്തുന്നത്? ഞാൻ ഏതായാലും ഇപ്പൊ ഡിസംബർ കഴിഞ്ഞ് മാർച്ചിൽ പരീക്ഷ ഒക്കെയാണ്, അതങ്ങോട്ട് കഴിഞ്ഞോട്ടെ എന്ന് പറയും. ആയിക്കോട്ടെ, കഴിഞ്ഞോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ ഏപ്രിൽ ആയിക്കോട്ടെ, ഏപ്രിൽ ആദ്യത്തെ ആറാഴ്ച എനിക്ക് പറ്റുമല്ലോ കേട്ടോ, എന്റെ പെങ്ങളാടെ പരിപാടി ഉണ്ട് എന്ന് പറയും. രണ്ടാമത്തെ ഇങ്ങനെ ഇങ്ങനെ പല കണക്കും പറയാന്നല്ലാതെ ഈ പെണ്ണുണ്ടല്ലോ, പെട്ടിച്ചു കൊടുക്കേണ്ട പെണ്ണ്, ഈ പെണ്ണിന്റെ മെൻസ്ട്രേഷൻ എപ്പോഴാണ്? ഇത് ചോദ്യമല്ല, ഉത്തരല്ല. മുസ്ലിങ്ങളിലാണ് ഇതുള്ളത്. മുസ്ലിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ വളരെ അഡ്വാൻസ്ഡ് ആണ്, ഒരുപാട് സംഗതികളൊക്കെ ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മള് വളരെ പിറകോട്ടാണ്. ഈ പിറകോട്ടുള്ളതിൽപ്പെട്ട ഒരു സാധനമാണ്. അപ്പൊ കാരണവന്മാര് ഇത് ചോദിക്കണം. ചോദിച്ചിട്ടില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് വെച്ചാൽ പലതും സംഭവിക്കും. 15-ാം തീയതി കല്യാണം, ഇവൾക്ക് 14-ആണ് ഡേറ്റ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 13-ആന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 16-ആന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 15-ആന്ന് വിചാരിക്കുക. ഇവള് സമയം എടുക്കണതിനനുസരിച്ച് ടെൻഷനാവും. ഈ ടെൻഷനായിട്ട് നിൽക്കുമ്പോഴാണ് അമ്മായിന്റെ മോളോ അമ്മായിന്റെ മോനോ ഒക്കെ കല്യാണത്തിന് വരിക. എന്താ പോളോ ഒരു കനം ഓത്ത്, ഒന്ന് മൈൻഡ് ചെയ്യുക, ഒന്ന് മര്യാദയ്ക്ക് ചിരിക്കുക. ഓളെ കല്യാണത്തിനല്ലേ നമ്മൾ വന്നത്, എന്നിട്ട് ഓളെ ഭാഗത്തുനിന്ന് ഒരു പരിഗണന ഇല്ല. ഓള് ഇതിന്റെ ബേജാറിലാണ്. ഇതാർക്കെങ്കിലും അറിയോ? അറിയില്ല. ഇനി അങ്ങനെ ആളുകളുടെ ഇടയിലുള്ള ഒരുവിധമൊക്കെ ചിരിയൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ചിരിച്ചൊക്കെ കാണിച്ച് ഇങ്ങനെ കാര്യം ചെയ്തിരിക്കുക. എന്നാലോ
കുനിയാൻ പറ്റാത്ത, ഇരിക്കാൻ പറ്റാത്ത, മടങ്ങാൻ പറ്റാത്ത മറ്റേ സാധനം ഇട്ടത്. ആ ഇട്ടതിന്റെ മുകളിൽ വേറെയും വടി കുത്തി വെച്ചിട്ടാണ്. കാരണം ഈ സാധനം മടങ്ങി പോരാണ്ടിരിക്കാൻ വടി വെച്ച് ഇങ്ങനെ നടക്കുകയാണ്. കാണുന്നവർക്ക് നല്ല രസമാണ്. ഇത് മറ്റേ തിരക്ക് പോയപ്പോ കണ്ട ബൊമ്മന്റെ മാതിരി തന്നെയാണ്. ഈ സാധനം കൊണ്ടൊന്നും മടങ്ങാൻ കഴിയില്ല, ഇങ്ങനെ തിരിയാണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കണം നമ്മള് തലക്കനം കൊണ്ടല്ല, ഇതിന്റെ മുകളിൽ കുത്തി വെച്ച ഈ വടി കൊണ്ടാണ്. പൊന്നാര ചങ്ങായിമാരെ, കയ്യെങ്കിൽ ആ ജാതി ഒന്നും വാങ്ങാണ്ട് മനുഷ്യന്മാരിടുന്ന ജാതിയുള്ള കുപ്പായൊക്കെ ഇട്ട് കൊടുത്ത ഒരു ഹരണ്ടോ. അപ്പൊ ഇത് ഈ പെണ്ണിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. പിന്നെ മുഖം ഏതായാലും കയറ്റിണ്ടാവില്ല, കാരണം അത്രയും പൈസ കൊടുത്തിട്ട് മേക്കപ്പാണ്. മുഖം എന്തായാലും കീഴാൻ കഴിയില്ല, മര്യാദയ്ക്ക് തിന്നാൻ കഴിയില്ല, കാരണം കംപ്ലീറ്റ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട്. ഇങ്ങനെല്ലാം കൂടി ഒരു മഹാദ്രോഹ പർവം. ഇങ്ങനെ ഇവൻ പിന്നെ കയറി വരുന്നുണ്ട് കല്യാണത്തിന്റെ അന്ന് ഫസ്റ്റ് നൈറ്റില്. ഈ ചങ്ങായിക്ക് ഉണ്ടോ മെൻസ്ട്രേഷൻ അറിയണ്? ഇവൻ ഇതിനെ പറ്റി വല്ല ധാരണയുണ്ടോ? ഒരു ധാരണയും അവനില്ല. ഇവൾക്കറിയാം ലൈംഗിക ബന്ധം പാടില്ലാത്തൊരു സമയമാണ്. ഇപ്പോൾ ആകെ ടെൻഷനിലാണ് നിൽക്കുന്നത്, എന്താ ഇപ്പൊ സംഭവിക്കണമെന്ന് അറിയാം. ഒന്നാമത് ആദ്യത്തെ ഒരു പുരുഷനായിട്ടുള്ള ഒരു അനുഭവം, അതിന്റെ ടെൻഷൻ തന്നെ ഉണ്ട്. അതിന്റെ പുറമെ ഈന്റെ ടെൻഷൻ ഉണ്ട്. ഇതെല്ലാം കൂടിയായിട്ട് അവളുടെ സ്വഭാവവും സംഗതിയൊക്കെ കണ്ടുവെക്കുമ്പോ വിചാരിക്കണം എന്താ അറിയോ, പെണ്ണ് കാണാൻ പോകുമ്പോ കണ്ട മാതിരി അല്ലട്ടോ, ഇത് വേറെന്തോ ഒരു സാധനമാണ്. തമാശ പറയല്ലേ ഞാൻ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ നമുക്ക് തീർക്കാൻ പറ്റും. ഒരു ചെറിയൊരു തീരുമാനം നമ്മൾ എടുത്തിരുന്നെങ്കിൽ, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിരുന്നെങ്കിൽ ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ എൻഡോമെട്രിയം എന്ന് പറയുന്ന ഈ ഒരു പരിക്കിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇങ്ങനെ മുറിവ് പറ്റുന്ന, ഈ പാളി അടർന്ന് പരിക്ക് പറ്റുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഫഅ്തസിലൂ നിസാ, ഫഅ്തസിലു നിസാ, നിങ്ങൾ സ്ത്രീകളിൽ നിന്ന് അകന്നു നിൽക്കണം. ഈ അകന്നു നിൽക്കുക എന്ന് പറഞ്ഞാൽ തീണ്ടാരിപ്പുരയിലേക്ക് മാറ്റി നിർത്താനല്ല. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ വിശദീകരിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അപ്പൊ എന്തെല്ലാം പറ്റും എന്തെല്ലാം പറ്റൂല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറ്റാത്തതായിട്ട്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പറ്റാത്തതായിട്ടുള്ളത് ലൈംഗിക ബന്ധം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ശാരീരികമായ ലിംഗപ്രവേശം ഒഴികെ ഒരാണിന് പെണ്ണിൽ നിന്ന് എന്തെല്ലാം ആസ്വദിക്കാനാകുമോ അതിനൊന്നും ഇസ്ലാം വിരോധിച്ചിട്ടില്ല. ഇത് പാടില്ല. ഇതെന്തുകൊണ്ട് പാടില്ല എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതാണ് അതിന്റെ കാര്യം. അവിടെ മുറിവ് പറ്റിയിരിക്കുകയാണ്. പുറമേ നിന്ന് എന്തകത്ത് ചൊല്ലുന്നുവോ അത് അണുബാധയുണ്ടാകാനും മറ്റിതര സംഗതികൾക്കും പ്രശ്നങ്ങൾക്കും കാരണമാകും. ഇത് പടച്ച റബ്ബിന് ഏറ്റവും നന്നായിട്ട് അറിയാം. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, എന്ത് ചെയ്യരുത്, ആ സമയത്ത് നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. ഏതോ ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു, പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആണുങ്ങൾക്ക് ഇത് എല്ലാ ദിവസവും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ ലൈംഗിക ബന്ധം. അപ്പോ ഒരു പെണ്ണ് ഇങ്ങനെ ആയി കിടക്കുകയാണെങ്കിൽ ഓൻ എന്താ കാട്ടുക? അപ്പൊ വേറെ പെണ്ണിടണം. അപ്പൊ ഓള് പെറ്റെടുക്കുകയാണെങ്കിൽ 10-40 ദിവസം പിന്നെ അങ്ങോട്ട് പോകണ്ട. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഒന്നുകൂടി കെട്ടണം. ഇതിനാണ് 4 എണ്ണം കെട്ടാൻ അവസരം നൽകിയത് എന്നത് പ്രസംഗിച്ച് യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുള്ള മനുഷ്യന്മാരുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അറിവുകേട് കൊണ്ടാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിനോടുള്ള ആകർഷകത്വം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്. ഇത് മാത്രവുമല്ല, ഈ പീരീഡിൽ പെണ്ണിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മളെ നാടൻ ഭാഷ പറഞ്ഞാൽ ശരീരം ഇളമിക്കുക എന്ന് പറയും. പണ്ടുള്ളവർ പറയുന്ന വാക്കാണ് അതൊക്കെ. ഞാൻ ഇപ്പൊ അടുത്ത് ഏതൊരു സമയത്ത് മോനോട് ബോധപൂർവം ചെറിയ മോനോട് പറഞ്ഞു, യൂസുഫിനോട് പറഞ്ഞു, എടാ മൂത്രവെച്ചാൽ നല്ലോണം മനോരിക്കണം കേട്ടോ. ഓനെ നോക്കിയിരുന്നു. അപ്പൊ അതിന്റെ മൂത്ത് ചോദിച്ചാൽ എന്താപ്പ മനോരിക്കുക എന്നാണ്. അപ്പൊ ഞാൻ അതിന്റെ മൂത്തിനോട് ചോദിച്ചാൽ എനിക്കറിയാമെന്ന് ചോദിച്ചു. ഞാൻ കേട്ടില്ല. അതാണ് മനോരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു പഴയ ഭാഷയാണത്, പുതിയ ഭാഷകളതില്ല. അപ്പൊ ഇളമിക്ക പുതിയ ആൾക്കാർക്ക് എങ്ങനെ മനസ്സിലാവുമെന്നറിയില്ല. ഈ ശരീരം ഇളമിക്കുമ്പോൾ പുരുഷനെ സംബന്ധിച്ച് കൂടുതൽ ആകർഷകമാണ്. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ പുരുഷന് ഈ പെണ്ണിനെ തീണ്ടാരിപ്പൊരയിൽ നിർത്തേണ്ട കാര്യമില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് പ്രകാരമുള്ള ഈ ശരീരത്തിന് അപകടം പറ്റുന്ന രീതിയിലുള്ള ഈ സംഗതിയിലേക്ക് പോകരുതെന്നേ ഉള്ളൂ. അതല്ലാത്ത രീതിയിൽ സ്ത്രീകൾക്കും പുരുഷനും ഒന്നിച്ച് ജീവിക്കാം, കിടന്നുറങ്ങാം, ഒക്കെ ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല.
അപ്പൊ ഇവിടെ അടുക്കരുത് എന്ന് പറഞ്ഞാൽ വല തഖ്റബൂഹുന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയുമാണ്, ചെയ്യരുത്. എന്നാൽ ഹത്താ യത്ഹുർന അവർ ശുദ്ധിയാകുന്നത് വരെയാണ്. ഫഇദാ തതഹർന അവർ ശുദ്ധി ആയാലോ ഫഅതുഹുന്ന അവരെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ രക്തസ്രാവം നിലക്കുക എന്നതല്ല അതിന്റെ പരിധി. രക്തസ്രാവം നിലച്ചതിന് ശേഷം ശുദ്ധിയാവുക എന്നതാണ്. ശുദ്ധിയാവുക എന്ന് പറഞ്ഞാൽ കുളിച്ച് ശുദ്ധിയാവണം. കുളിക്കുമ്പോൾ അതിന് 2 ഫർളാണുള്ളത്. ഒന്ന് നിയ്യത്ത് വെക്കണം, വെറുതെ വെള്ളം പാരി കുളിയാവൂല, നിയ്യത്ത് വേണം. രണ്ടാമത് ദേഹം മുഴുവൻ നനയണം. മുങ്ങി കുളിച്ചാലും കുഴപ്പമില്ല, ഷവറിന്റെ ചോട്ടിൽ നിന്നാലും പറ്റില്ല, ദേഹം മുഴുവൻ നനയണം. ഈ 2 ഫർളുണ്ട്. പിന്നെ കുറെ സുന്നത്തുകളും സംഗതികളൊക്കെ ഉണ്ട്. നല്ല വെള്ളത്തിലായിരിക്കണം, മുന്തിരി ജ്യൂസിലൊന്നും ആവാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരികയാണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശുദ്ധിയായി എന്ന് പറഞ്ഞാൽ രക്തസ്രാവം നിലച്ചാൽ പോരാ, ശുദ്ധിയായതിനു ശേഷം നിങ്ങൾക്ക് ബന്ധപ്പെടാം. എങ്ങനെ? ഫഅതുഹുന്ന നിങ്ങൾ അവരെ സമീപിക്കുക. മിൻ ഹൈസു അമറക്കുമുല്ലാഹ് അള്ളാഹു കൽപ്പിച്ചതു പ്രകാരം. അള്ളാഹു എന്താ കൽപ്പിച്ചത്? നമ്മളോട് ആരെങ്കിലും അള്ളാഹു ഈ കാര്യത്തിൽ എന്തെങ്കിലും കൽപ്പിച്ചോ? അപ്പൊ കൽപ്പനകൾ 2 വിധം, ശ്രദ്ധിക്കുക. ഒന്ന് ഖുർആനിലോ ഹദീസിലോ ഒക്കെ ഉണ്ടാകുന്ന കൽപ്പനകൾ. 2 പ്രകൃത്യാ തന്നെ ഉള്ള കൽപ്പനകൾ. നമ്മൾ പറയാറില്ലേ, ചോറ് ഉരുളാക്കുമ്പോൾ വായ എന്താവും? തുറന്നോളും. ചോറ് ഉരുളായി കഴിഞ്ഞ് ഇനിയിപ്പോ വായ തുറക്കണ്ടേ എന്ന് വിചാരിച്ച് വായ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, തുറക്കേണ്ടതില്ല. ചോറ് ഉരുളാക്കുമ്പോൾ തന്നെ വായ എന്തായിക്കോളും? തുറന്നോളും എന്നാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിന് നൽകിയിട്ടുള്ള ഒരു കൽപ്പനയാണ്. ശരീരത്തിന് നൽകുന്ന ചില കൽപ്പനകൾ, ശരീരത്തിന് നൽകുന്ന ചില കൽപ്പനകൾ. ആ കൽപ്പനകൾ ശരീഅത്തില് നമുക്ക് ഖുർആനിലോ ഹദീസിലോ വാക്കാലുള്ള കൽപ്പനകളല്ല, നമ്മളെ ബോഡിക്ക് തന്നെ കിട്ടുന്ന കൽപ്പനകളാണ്. ഇപ്പൊ നമ്മൾ ഇതേപോലെ തല കറങ്ങി വീഴുക എന്നൊക്കെ പറയുന്ന സാധനല്ലേ, ഇത് ശരീരത്തിന് കിട്ടുന്ന ഒരു ഓർഡറാണ്. എന്താണ് ഓർഡർ എന്ന് വെച്ചാൽ, തലന്റെ അകത്ത് രക്തസ്രാവം കുറയുകയാണെങ്കിൽ, ബ്ലഡ് കുറയുകയാണെങ്കിൽ, നമുക്ക് ആവശ്യമായ ബ്ലഡ് കിട്ടണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ തലയിലേക്ക് കൂടുതൽ രക്തം പാസ് ചെയ്യണം. അപ്പൊ രക്തം പാസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കിടക്കണം. നമ്മള് അങ്ങനെയാണ് മോഹാലസ്യപ്പെടുന്നത്. അന്നേരം നമ്മൾ വേഗം പിടിച്ച് നേരെ ഇരുത്തും. നേരെ ഇരുത്തല്ല വേണ്ടത്, കിടക്കാൻ അനുവദിക്കുകയാണ്. കാരണം അപ്പോൾ കാൽപാദം മുതലുള്ള രക്തം തെയ്യും മുടക്കും. ഇത് ബോഡിക്ക് കിട്ടുന്ന ഒരു ഓർഡറാണ്. അമറക്കുമുള്ള അള്ളാഹുവിന്റെ കൽപ്പന എന്ന് പറയുന്നത് ആ അർത്ഥത്തിലും ഉണ്ടാകും എന്നർത്ഥം. അപ്പൊ ചോറ് ഉരുളയാക്കിയിട്ട് അത് വായയിലേക്കാണ് കൊടുക്കേണ്ടത് എന്ന ഒരു കൽപ്പന യഥാർത്ഥത്തിൽ നമ്മൾക്ക് അള്ളാഹുവിൽ നിന്നുണ്ട്. അത് എവിടെയെങ്കിലും എഴുതി വെച്ചതല്ല. ഇത് നമ്മളുടെ ശരീരത്തിന്, നമ്മുടെ അവയവങ്ങൾക്ക് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു കൽപ്പനയാണ്. അപ്പൊ ഈ ആർത്തവകാലം കഴിഞ്ഞ് രക്തസ്രാവം നിലച്ച് അത് ശുദ്ധിയായി പറഞ്ഞ പോലെ കുളിച്ച് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവരെ സമീപിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മിൻ ഹൈസു അമറക്കുമുല്ലാഹ് അള്ളാന്റെ കൽപ്പന പ്രകാരമായിരിക്കണം. ഈ ചോറുള്ള മൂക്കിലൂടെ ഒരാൾ തിന്നണമെങ്കിലോ അത് തിന്നാൻ പറ്റൂല. അപ്പൊ നമ്മൾ അയാളെ കുറിച്ച് എന്താ പറയാ? അയാൾക്ക് ബുദ്ധിക്ക് എന്തോ തകരാറുണ്ട് എന്നാണ് നമ്മൾ പറയാ. ഒരാളിങ്ങനെ ഇരുന്നിട്ട് കാര്യമായിട്ട് ചോറ് അങ്ങനെ തിന്നാൻ മെനക്കെടുന്നതിനെ നമ്മൾ അങ്ങനെയാണ് പറയാം. അത് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണ്. പ്രകൃതി വിരുദ്ധമായ ലൈംഗിക ബന്ധം പാടില്ല എന്നായി പറഞ്ഞതിന്റെ മായന. അപ്പൊ അത് ശ്രദ്ധിക്കുക എന്നാണ്. ഇനി അഥവാ ഇങ്ങനെയുള്ള പരിധികൾ പാലിക്കുന്നിടത്ത് നിങ്ങൾക്ക് വല്ല വീഴ്ചയും സംഭവിച്ചാൽ, ഈ ഹൈലുള്ള ആളുമായിട്ട് ബന്ധപ്പെട്ടു പോയി ഏതോ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ, തെറ്റൊക്കെ സംഭവിക്കാലോ. അങ്ങനെ സംഭവിച്ചാൽ ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ, മനസ്സിലാക്കുക, അള്ളാഹു തൗബ സ്വീകരിക്കുന്നവരാണ്. തൗബ ചെയ്യുന്നവർ അള്ളാഹുവിന് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്യണം, നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങണം. വ യുഹിബ്ബുൽ മുതതഹിരീൻ, ശുചിത്വം പാലിക്കുന്നവരെയും അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ്. അപ്പോ പുതിയ കാലത്ത് പെൺകുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ ആർത്തവകാല ശുചീകരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലാസ് ഒക്കെ ഗവൺമെന്റ് ഫണ്ടൊക്കെ ഉണ്ട്.
അപ്പൊ ഇതൊക്കെ വളരെ വൃത്തിയിൽ ചെയ്യണം എന്നൊക്കെ പറയില്ലേ, അള്ളാഹു ആദ്യം തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് വയുഹിബ്ബുൽ മുതത്തഹിരീൻ, ശുദ്ധിയുള്ളവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. കാരണം അണുബാധ ഉണ്ടാകാൻ നല്ല സാധ്യതയുള്ള, ശരീരത്തിന്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ശരീരം ഇളമിക്കുന്ന, നേരത്തെ പറഞ്ഞിട്ടുള്ള എൻഡോമെട്രിയം എന്ന് പറയുന്ന ഇതിന്റെ പാളി അടർന്ന് പോയിട്ടുള്ള, മുറിവ് പറ്റിയിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ ശുചിത്വത്തിന് വളരെ പ്രാധാന്യമുണ്ട്. മടി കാണിച്ച് ഇതൊക്കെ എങ്ങനെയെന്നൊക്കെ വിചാരിച്ച് ഇതെങ്ങനെ കഴുകിയിടുക എന്ന് വിചാരിച്ച് ഒക്കെ ഇത് ശുചിത്വമില്ലാത്ത രീതിയിലും നനവുള്ള രീതിയിലും ഒക്കെ അത് കൈകാര്യം ചെയ്താൽ അണുബാധ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. അതൊക്കെ ശ്രദ്ധിക്കണേ എന്ന് അള്ളാഹു നമ്മളോട് വളരെ സ്നേഹത്തോടെ ഉണർത്തുകയാണ്. ഒന്ന് ഖുർആനിലും ഹദീസിലും ഒക്കെ നമുക്ക് വന്നിട്ടുള്ള കൽപ്പനകൾ, അത് അള്ളാഹുവിന്റെ ഒരു അമ്രാണ്. മറ്റൊന്ന് നമ്മളെ പ്രകൃത്യാ നമ്മളെ ശരീരത്തിൽ തന്നെ ഉള്ള ചില കൽപ്പനകൾ, നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം. ഇപ്പൊ പിന്നെ ഓരോ സംഗതികൾ നമുക്ക് ശരീരത്തോടുള്ളതാണ്. അപ്പൊ ഇവിടെ അലിവൊക്കെ പറഞ്ഞ സംഗതി എന്താന്ന് വെച്ചാല്, സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞ കാര്യമാണ്, ഈ പുരുഷന്മാർക്ക് ഇത് ഉണ്ടായാലേ അവർക്ക് ഇത് എന്താന്ന് മനസ്സിലാവുള്ളൂ എന്ന ഒരു സംഗതി ശരിയാണത്. പക്ഷെ നമുക്ക് ഉണ്ടാവാണ്ട് തന്നെ മനസ്സിലാവേണ്ടിയുണ്ട്. അതിനാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ പുതിയ കാലത്ത് ഉള്ള ഈ നവ ലിബറൽ ആശയങ്ങളൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചാൽ, ആണിനെ പെണ്ണാക്കുക, പെണ്ണിനെ ആണാക്കുക. പെണ്ണിന്റെ വിമോചനം എന്ന് പറയുന്നത് പെണ്ണിനെ പുരുഷനെ പോലെ ആക്കുക എന്നതാണ്. എന്നിട്ട് അതുകൊണ്ടാണ് യൂണിസെക്സ് ടോയ്ലറ്റുകളെ കുറിച്ചൊക്കെ പറയുന്നത്. ആണിനും പെണ്ണിനും ഒരുപോലുള്ള ടോയ്ലറ്റ്, സമത്വം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ സമത്വമല്ല. ഒരു പെണ്ണിന് ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടത് ആണിന് ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ട അത്ര സമയം പോരാ പെണ്ണിന് ഉപയോഗിക്കാൻ. അപ്പൊ സമത്വം എന്ന് പറഞ്ഞിട്ട് യൂണിസെക്സ് ആണ് ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആണിനും പെണ്ണിനും ഒരേപോലെ ഉള്ളത് ഉണ്ടാക്കിയിട്ട് പെണ്ണിനെ മോചിപ്പിക്കുക. പെണ്ണ് മോചിപ്പിക്കപ്പെടുകയല്ല അപ്പൊ ചെയ്യാം, പെണ്ണ് കൂടുതൽ പ്രയാസപ്പെടുകയാണ് ചെയ്യുക. നമ്മുടെ വീടുകളും പിന്നെ വുമൻസ് ഫ്രണ്ട്ലി അല്ല, ഓഫീസുകൾ വുമൻസ് ഫ്രണ്ട്ലി അല്ല, നമ്മളുടെ പൊതു ഇടങ്ങൾ വുമൻസ് ഫ്രണ്ട്ലി അല്ല. എല്ലാം പുരുഷന് പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ പുരുഷനിടും പോലുള്ള പേന്റ് ഇട്ട് വരി, എന്നാലേ നിങ്ങൾ വിജയിക്കുള്ളൂ എന്നുള്ളതാണ് ഈ പുതിയ കാലത്ത് പറയുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ പറയുന്നത്, ഈ വേണ്ടത് എന്തല്ല, ജെൻഡർ ന്യൂട്രാലിറ്റി അല്ല, ജെൻഡർ ജസ്റ്റിസ് ആണ്. കാരണം പെണ്ണിന് ഇങ്ങനെ ചില പ്രത്യേകതകൾ ഉണ്ട്. എന്താ പെണ്ണിന് ഇമാമാക്കത്ത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് പെണ്ണിനോട് ചെയ്യുന്ന എന്തോ ഒരു വിവേചനല്ല. പെണ്ണിൻ്റെതായ ദൗത്യങ്ങളും ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കാനുണ്ട്. പെണ്ണിന് ഇത്തരം ചില സന്ദർഭങ്ങളിൽ ശാരീരികമായ അവശതകളും മാനസികമായ ടെൻഷനുകളും ഉണ്ടാവും. അപ്പൊ അതൊക്കെ പരിഗണിച്ചും അറിഞ്ഞും അന്നേരം പ്രത്യേകമായ കരുതലും സ്നേഹവും ഒക്കെ കാണിച്ചു മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് കുടുംബത്തിന്റെയും മൊത്തം മനുഷ്യ സമൂഹത്തിന്റെയും ആവശ്യമാണ്. ഈ ആയത്തിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും നിസാഉക്കും ഹർസുല്ലക്കും, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാണ് എന്ന് പറഞ്ഞതിനെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളവരായ, കണ്ടില്ലേ പെണ്ണിനെ ഇങ്ങനെ എന്താക്കി, ഇങ്ങനെ ഒരു കൃഷിയിടാക്കി എന്നാണ് എന്ന് പറയുന്നത്. ഇത് കൃഷിയെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത, കർഷകനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആളുകളാണ് ഇത് ശരിക്കും പ്രചരിപ്പിക്കുന്നത്. അപ്പൊ പുതിയൊരു സമൂഹത്തിലും അങ്ങനെ തന്നെയാണ്. പുതിയൊരു സമൂഹത്തിൽ കൃഷി എന്താണ്, കാർഷിക വൃത്തി എന്താണ്, കൃഷിയുടെ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ആളുകൾക്കിടയിൽ ഇത് കൂടുതൽ പ്രചരിപ്പിച്ചാൽ വേഗം കിട്ടും. കണ്ടില്ല എങ്ങനെയാ പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു കർഷകൻ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും അയാൾക്ക് വേണ്ടപ്പെട്ട സ്ഥലം എന്തായിരിക്കും? അയാളുടെ കൃഷിഭൂമിയായിരിക്കും. അയാൾ നേരം പോലത്തെ എണീറ്റാൽ തന്നെ ഫസ്റ്റ് അയാളുടെ മനസ്സിൽ വരിക അയാളുടെ കൃഷി എങ്ങനെയാണ്, അയാൾ എങ്ങനെയെങ്കിലും അവിടെ എത്തിയിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. മാത്രമല്ല, ഒരു കാട് കാണുന്നത് പോലെയല്ല കർഷകൻ തോട്ടത്തെ കാണുന്നത്. കാട് എന്ന് പറയുന്നത് എന്താണ്? ഒരു വിജനമായ അല്ലെങ്കിൽ ഒരു വന്യമായ ഒരു സംഗതിയാണ് കാട്. കൃഷിസ്ഥലം എന്ന് പറയുന്നത് വന്യതയുള്ള ഒരു സ്ഥലമല്ല. അപ്പൊ ഒരു കർഷകൻ ഒരു കൃഷിഭൂമിയെ എങ്ങനെയാണ് പരിചരിക്കുക, അല്ലെ? അതിന് വേലി കെട്ടി, അതില് വളരെ സംരക്ഷിച്ച്, അതിന് വെള്ളവും വളവും നൽകി, വരമ്പ് വെക്കേണ്ടടുത്ത് വരമ്പ് വെച്ച്, അല്ലാത്തടത്ത് അല്ലാത്തത് വെച്ച്, ഇങ്ങനെ വളരെ കൃത്യമായി ഭംഗിയായി അയാൾ അത് സൂക്ഷിക്കും. അയാൾ അത് ആ മണ്ണ് കേട് വരുന്നൊരു സംഗതി അയാൾ അവിടെ ചെയ്യൂല. മാത്രമല്ല, ഒരു കർഷകന് തന്റെ കൃഷിഭൂമിയെ കുറിച്ച് നന്നായി അറിയാം. എവിടെയാണ് മണ്ണിരണ്ടാവുക, എവിടെയാണ് വിത്ത് വെക്കേണ്ടത്, എങ്ങനെയാണ് അതുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാവേണ്ടത്,
ഒരു തെങ്ങിൻ തൈ വെക്കുകയാണെങ്കിൽ അതും അടുത്ത തെങ്ങിൻ തൈയും തമ്മിൽ വേണ്ട ഒരകലം എന്താണ്? ഇതൊന്നും തിരിയാത്തതുകൊണ്ടാണ് മുലകുടി മാറുന്നതിന് മുമ്പ് അടുത്ത കുട്ടിയൊക്കെ തകണത്. ഈ പറഞ്ഞ രണ്ടും തമ്മിൽ വെക്കേണ്ടതിന്റെ അകലം തിരിയണ്ടേ? അത് തിരിയണ്ടേ? അപ്പൊ കർഷകൻ കൃഷിഭൂമിയെ ഏറ്റവും നന്നായിട്ട് ശുശ്രൂഷിക്കണം, പാലിക്കണം, പരിപാലിക്കണം. ഇപ്പൊ നേന്ത്രവായന്റെ കന്ന് ഒരു കർഷകൻ വന്നിട്ട് എന്ത് ചെയ്യും? ചവിട്ടി ഉടയ്ക്കും. എപ്പോ? എന്ത് നേന്ത്രവായ, എന്ത് കന്ന് ഒരുമിച്ചുണ്ടായാൽ അത് ഉടയ്ക്കും. എന്തിനാ ഉടയ്ക്കുന്നത്? അപ്പൊ ഇത് കണ്ടിട്ട് വേറൊരുത്തം പോയിട്ട് കന്ന് മൊത്തം ചവിട്ടുക. എങ്ങനെ ഉണ്ടാവും? ഒറ്റ വായ ഉണ്ടാവില്ല, വായത്തോട്ടം ഉണ്ടാവില്ല. അപ്പൊ ചവിട്ടി ഉടക്കേണ്ട കന്ന് ഏതാണെന്നും അത് വളം കൊടുത്ത് തടം കീറി ഉണ്ടാക്കേണ്ട കന്ന് ഏതാണെന്നും തിരിയണവനാണ് ആര്? കർഷകൻ. ഇത് നിങ്ങൾക്ക് തിരിയണം നിങ്ങൾ പെണ്ണുങ്ങളുടെ അടുത്ത് പോകുമ്പോ എന്നാണ് ഈ പറഞ്ഞത്. ഒരു കർഷകൻ വേറെ അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. അള്ളാഹു എത്ര എന്താ പറയാ, എത്ര മനോഹരമായിട്ടാണ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, എത്ര വൃത്തിയിലാണ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മളിതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടി സെക്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചപ്പോഴേക്ക് ബേജാറായതുപോലെ നമ്മളാകെപ്പാടെ ഇതൊക്കെ ഒരു ഡാർക്ക് ഏരിയ ആക്കി ഇട്ടിട്ട് ഈ തരം കാര്യങ്ങളൊക്കെ ഇതൊന്നും പറയാനോ പഠിക്കാനോ. എന്നോട് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡോക്ടർ പറയാണ്, ഞാനൊരു ഡോക്ടറായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞാല് ഓരോ ഇൽമുള്ള ആൾക്കാരോട് നമ്മൾ ഓരോ ഇൽമ ചോദിക്കണ്ടേ. അപ്പോ ഞാൻ ഒരാളോട് ചോദിച്ചു, ഈ ലൈംഗിക രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ കുറെ സാധനം, രഹസ്യ രോഗങ്ങൾ, അതിന് ധാരാളം പോസ്റ്റിന്റെ മുകളിലൊക്കെ ഇങ്ങനെ കാണാം, അതിന് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂലക്കൂരിന്റെ മരുന്ന് എന്നൊക്കെ പറഞ്ഞ ഏരിയക്കണമായി. ഇതൊക്കെ രഹസ്യമാണ്. എന്നിട്ട് അവിടെ പോയിട്ട് ആൾക്കാര് ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് ഇതിനൊക്കെ ചികിത്സ തേടുന്നത്. ഇതൊക്കെ നിഗൂഢമാണ്. ഇതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാത്ത ആളുകൾ എന്തെല്ലോ അരച്ച് കലക്കി ഇതൊക്കെ കൊടുക്കും, പല ഇംഗ്ലീഷ് മരുന്നൊക്കെ കൊടുക്കും. വലിയ അപകടമാണ്, ആരോടും പറയില്ല. ഞാൻ ചോദിച്ചു, അല്ല നിങ്ങളുടെ ഈ മോഡേൺ മെഡിസിനിൽ ഇതിന് മരുന്നില്ലേ? ഉണ്ട്. ഗ്യാസ് വന്നാൽ എവിടെ കാണിക്കണ്ടേ നമുക്കറിയാം, തലവേദനക്ക് ഏതാ സ്പെഷ്യലിസ്റ്റ് നമുക്കറിയാം, നാട്ടുകാർക്ക് അറിയില്ല ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ആരാണ്. പറഞ്ഞു ഇനി പിന്നെ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തൊന്നും പോകണ്ട, നിങ്ങൾ ജനറൽ മെഡിസിൻ പോയാൽ മതി. അദ്ദേഹം ഒരു ജനറൽ മെഡിസിനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കാ ഞങ്ങളോട് പറയണത്, പല വിവാഹമോചനങ്ങളും 50 രൂപ കൊണ്ട് ഒഴിവാക്കാൻ പറ്റും. പല വിവാഹമോചനങ്ങളും 50 രൂപ കൊണ്ട് ഒഴിവാക്കാൻ പറ്റും. എന്ത് മനസ്സിലായി ഞങ്ങൾക്ക്? 50 റുപ്യ കൊണ്ട് തലാഖ് ഒഴിവാക്കെങ്കിൽ പിന്നെ അതിനല്ലേ വേണ്ടിയത്? ലക്ഷങ്ങൾ ചെലവാക്കും, തലാഖ് ചെല്ലിയിട്ടുള്ള പ്രശ്നം, പിന്നെ ഒരുപാട് ഗുലുമാല്. 50 റുപ്യന്റെ മാറ്റാണ് പരിപാടി. എന്താ കാര്യം എന്നറിയോ? നമ്മൾ ചിലപ്പോൾ ചില കേസിൽ പറയാറില്ലേ, നമ്മളും പറഞ്ഞു പോയിട്ടുണ്ടാവും, അസ്തഗ്ഫിറുല്ലാഹ്, എന്താണ് ഓൻ എന്തിന്റെ കുറവാണുള്ളത്, നല്ലൊരു ചെറുപ്പക്കാരൻ, ജോലിയില്ലേ ഉണ്ട്, പൈസ അല്ലേ ഉണ്ട്, ബുള്ളറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്, കാണാനും നന്ന്, തറവാടും നന്ന്, ഓക്ക് വേണ്ടോലെ, വല്ലാത്തൊരു അഹമ്മദി തന്നെ നോക്ക് അല്ലേ? കാരണവന്മാര് കൂടിയിരുന്നു. എന്താണ് കാരണം? എന്താ കാരണം എന്ന് ഓളും അറിയില്ല, എനിക്ക് വേണ്ട, അത്രേ ഉള്ളൂ. അല്ല, ഓനോട് ചോദിച്ചു എന്താ കാരണം? വേണ്ട, ഓള് ശരിയില്ല, ഓളൊരു സ്വഭാവമൊന്നും ശരിയില്ല. എന്താ ഒക്കെ സ്വഭാവത്തിനൊരു കുഴപ്പം? നല്ലൊരു മോളല്ലേ അത്, ഇത്ര നല്ല മോളാണ്, ഇങ്ങനത്തെ ഒന്നിനെ കിട്ടാനുണ്ടോ? എന്നിട്ട് ഓൻ പറയാ ഓളെ സ്വഭാവം ശരിയില്ല. ഓ പിന്നെന്താ പറയണ്ടി? സംഗതി ഒന്നുമില്ല, ഇവർ തമ്മിലുള്ള ശാരീരിക ബന്ധം നടക്കുന്നില്ല, ഇത്രേ ഉള്ളൂ. ഈ ഡോക്ടർ 50 റുപ്യന്റെ കേസ് പറഞ്ഞ എന്താ അറിയോ? ഇവൻ അവളെ സമീപിക്കുമ്പോൾ അവൾ സമ്മതിക്കുന്നില്ല. കാരണം എന്താണ്? അവൾക്ക് വേദനയാണ്. അപ്പൊ വേദന ഉള്ളതുകൊണ്ടാണ് അവൾ സമ്മതിക്കാത്തത്. പക്ഷെ അവള് വേദന പറയണില്ല, എന്തോ സൂക്കേടാണെന്നാ അവളും വിചാരിച്ചത്. അപ്പൊ അതെല്ലാം കൂടി പറഞ്ഞാൽ എന്തോ പ്രശ്നമാവോ നോക്കും അറിയില്ല, ഭയമാണ്. ഇത്തരം കാര്യങ്ങൾ ആരുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. ഡോക്ടർ പറയാണ്, ഡോക്ടർക്ക് എത്തിയ കേസ് സ്റ്റഡി എന്നുള്ളവർക്ക് വെച്ചിട്ട് പറയാണ്, ഒരു ചെറിയ ഉണില ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ചെറിയ മുഴ ഉണ്ടാവുള്ളൂ യോനിയുടെ അകത്ത്. അപ്പൊ അവിടേക്ക് പിന്നെ വേദന അനുഭവിക്കുക. അപ്പോൾ ശാരീരിക ബന്ധത്തിന് സമ്മതിക്കാഞ്ഞാൽ ഓനെന്താവും? ഓൻ കൂടുതൽ കുഴപ്പമാവും, കൂടുതൽ പ്രശ്നമാവും, കൂടുതൽ പ്രകോപിതനാവും.
അവന്റെ സ്വഭാവം വെടുക്കാവും. പിന്നെ ഓള് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം. പിന്നെ അല്ലേ, പിന്നെ ശരിക്കും ഓൻ കുറ്റം പറയണ ഇതിനൊന്നല്ല. ഓൻ പലതും പറയുന്നുണ്ടാവും, വെച്ചുണ്ടാക്കി ശരിയില്ല, പറഞ്ഞ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല, എടുത്തേക്കാൻ പറഞ്ഞത് എടുത്തു വെച്ചില്ല, ഇങ്ങനെ ഒരുപാട് 100 കുറ്റം. ഇതൊന്നല്ല ഓന്റെ ശരിക്കുള്ള പ്രശ്നം. ഇതാരോടും പറയില്ല. ഇയാള് പറയാണ് 50 രൂപന്റെ ഒരു ടാബ്ലറ്റ് കൊണ്ട് 3 നേരം ആ സാധനം കഴിച്ചാൽ ആ ഉണില് മാറിയിരുന്നു. അവരുടെ ശാരീരിക ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയായിരുന്നു. പക്ഷെ പ്രോപ്പറായിട്ടുള്ള ചികിത്സ കിട്ടാത്തത് കൊണ്ട്, എത്തേണ്ട അടുത്ത് വിഷയം എത്താത്തത് കൊണ്ട് അത് തലാക്കിൽ കലാശിച്ചു. പിന്നെ ഓള് പറയും എനിക്ക് വേറെ കല്യാണം വേണ്ട, കാരണം ഈ ദുരിതത്തിന് ഞാനില്ല. അപ്പൊ ഏതൊരാളും പറയും ആ ഒരു കല്യാണം ബന്ധം മോശമായി പോയതുകൊണ്ട് ഓൾ എന്തായിരിക്കാണ്, ഓൾ അതിൽ മനസ്സ് മരവിച്ചു. മനസ്സൊന്നും മരവിച്ചിട്ടില്ല ശരിക്കും. അപ്പൊ ഇത് എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇടയിലുള്ള ഇത്തരം വിഷയങ്ങൾ അറിഞ്ഞുകൂടാത്തത് കൊണ്ടും ഇത് കൈകാര്യം ചെയ്യുന്നവരുടെ അജ്ഞത കൊണ്ടും നമ്മുടെ കാരണവന്മാരുടെയും നമ്മുടെ എന്താ പറയാ അധികാരികളുടെയും ഒക്കെ വിവരക്കേട് കൊണ്ടും ഒക്കെ സംഭവിക്കുന്നതാണ്. മോളോട് നല്ലൊരു പാലുണ്ട് ഉമ്മക്കെങ്കില് എല്ലാം ചോദിക്കുക. മോളെ വിളിച്ചിരുത്തിട്ട് ചോദിക്കുക, എന്താ മോളെ എനിക്കവിടെ വർത്താനം, സ്വന്തം അമ്മായിമാരെ താക്കോല് എന്റെ കൈമ കിട്ടിയോ എന്നല്ല, ആക്കോല ഇടോ ആയിക്കോട്ടെ, അതാടോ ഇടോ ഇരുന്നോട്ടെ, ഇപ്പോഴും കൺട്രോൾ എൻ്റെ അടുത്ത് എത്തിയിട്ടില്ലല്ലേ എന്ന് ചോദിക്കാനല്ല, നല്ല ഇരുത്തിയിട്ട് ചോദിക്കുക, മോളെ എന്തൊക്കെ സ്വന്തം തന്നെയല്ലേ, തിന്നാനും കുടിക്കാനൊക്കെ കിട്ടലുണ്ടോ എന്ന് മാത്രല്ല, ഓൻ എങ്ങനെ ആള്, എന്നോട് വളരെ ഫ്രണ്ട്ലി ആണോ, നിങ്ങൾ ബന്ധപ്പെടാറുണ്ടോ, ശാരീരികമായിട്ട് എനിക്ക് തൃപ്തി ഉണ്ടോ, എന്താ ചോദിക്കണേന് ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഒരു ദിവസം രാവിലെ സ്വിച്ചിട്ട മാതിരി ചോദിക്കാൻ പറ്റില്ല. ആദ്യം എന്ത് ചെയ്യണം, മക്കളുമായിട്ട് ആ അർത്ഥത്തിലുള്ളൊരു ബന്ധം ഉണ്ടാക്കണം. ഈ ചങ്ങാതിക്കും ചോദിക്കാം മോളോട്, പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ പാപ്പ ഉമ്മ വഴി ചോദിക്കാം. ചോദിക്കണം, എന്നിട്ട് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണ് ഗർഭനിരോധന മാർഗങ്ങൾ, എന്തൊക്കെ ചെയ്യണം. അവനാൻ അറിയില്ലെങ്കിൽ അറിയുന്ന ആൾക്കാരുടെ അടുത്ത് ഒരു കൗൺസിലിങ്ങിനെങ്കിലും പറഞ്ഞേക്കണം. അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി നമ്മൾ കൗൺസിലർ അടുത്ത് പോകണം, എന്താ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, എങ്ങനെയാന്ന് ചോദിക്കണം. അങ്ങനെ വളരെ കൃത്യമായി ഒരു കർഷകൻ ഒരു കൃഷിസ്ഥലത്തെ പരിപാലിക്കുന്നത് പോലെ കൊണ്ടു നടക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് 40 വയസ്സ് കഴിഞ്ഞ പെണ്ണുങ്ങളാണ് എന്നൊരു കണക്കുണ്ട്. 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ. 45 മുതൽ അങ്ങോട്ട് ആർത്തവ വിരാമത്തിന്റെ കാലമാണ്. 45 മുതൽ എപ്പോഴും ആവാം, 45 മുതൽ 55 അങ്ങനെയൊക്കെ ആവാം. അത് ഓരോരുത്തരുടെ ശരീരഘടന അനുസരിച്ചാണ്. അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒട്ടനേകം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അയാൾ എന്ത് പറയുന്നറിയാം, ഓക്ക് പണ്ടത്തെ മാരില്ല, വിളിച്ചോർത്ത് വരില്ല, പോവാൻ പറഞ്ഞാൽ പോവില്ല, ഒരു ജാതി എന്താ, ഇവളുടെ ഈ ശരീരഘടനയിലെ മാറ്റമാണ്. ഇത് പിന്നെ അറിയണം. ഉമ്മ ഇപ്പൊ പണ്ടത്തെ മാരില്ല, ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്നതിന്റെ ശേഷം ഉമ്മന്റെ സ്വഭാവത്തിനൊക്കെ ഒരു വേറെ തന്നെ ഒരു ഇതാണ്. ഉമ്മ ഈ കല്യാണം കഴിച്ചുകൊണ്ടുവന്നല്ല ഉമ്മന്റെ പ്രശ്നം. ഉമ്മക്ക് ഇപ്പോഴാണ് 45 വയസ്സായത്, ഉമ്മക്ക് ഇപ്പോഴാണ് 46, 48 ആയത്. ഉമ്മയുടെ ആർത്തവിരാമത്തിന്റെ കാലാണ്. ഈ സമയത്ത് ഉമ്മന്റെ സ്വഭാവത്തിലും പ്രകൃതത്തിലും മാറ്റം വന്ന. അല്ലാണ്ട് ഇപ്പൊ ഇപ്പം വിചാരിക്കണം എന്താ അറിയോ, നല്ല ഉമ്മ ചെയ്യുന്നു, എല്ലാം ഉഷാറായിരുന്നു, ഞാൻ ഓളെ കെട്ടി, ഓളോട് എന്തോ ഉമ്മക്കൊരു അത് ഇങ്ങനെ വളരും. അത് വളർന്നിട്ട് അത് തമ്മിലുള്ള പ്രശ്നങ്ങളിലേക്ക് കിടക്കും. ഒന്നത്. രണ്ടാമത്തത്, കുട്ടികൾ വളരുകയും കെട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രായമായതുകൊണ്ട് ഇവൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നിങ്ങൾ ഉണ്ടാക്കിയേ, ഇപ്പൊ കുട്ടികൾ കാണും വെറുതെ എന്ന് പറഞ്ഞിട്ട് ഇവൻ എങ്ങനെ എന്ത് ചെയ്യും, ഇവനെങ്ങോട്ടാ പോവാ. ഇവനെ സംബന്ധിച്ചിടത്തോളം ഈ പെണ്ണിന്റെ ആർത്തവിരാമൊന്നും ഇവന് പ്രശ്നമല്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അതുകൊണ്ടാണ് പച്ചക്കറി, നമ്മൾ നാണിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ കുട്ടികൾ കാണും, ഓലെന്ത് വിചാരിക്കും, മോളെ കല്യാണം കഴിഞ്ഞ് ഇനിയിപ്പോ അമ്മ കുട്ടികളുണ്ടായാൽ പിന്നെ നാട്ടുകാരുടെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊന്നും വിചാരിക്കണ്ട. ഇതൊക്കെ ഇതിന്റെ ബൈക്കിൽ നടക്കണം. നാട്ടുകാർ വിചാരിക്കണ നാട്ടുകാരാണ് നമ്മളെ കൂടെ ഉണ്ടാവുക. ഞാൻ പറയാം, നിങ്ങളെ ജീവിതത്തില് ഓലെന്ത് വിചാരിക്കും ബലെന്ത് വിചാരിക്കും എന്നുള്ളത് കട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ ജീവിതം ഒരു 75% വിജയിച്ചു. ഇത്രേ ഉള്ളൂ. 75% വിജയിച്ചു. അല്ലെന്ന് വിചാരിക്കും എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നില്ല. നമ്മൾ ഓലെന്ത് ഇവലെന്ത്, ഈ ഓലെന്ത് ബലെന്താ വിട്ടാളി.
അതുകൊണ്ട് ഞാൻ പറയാം, ദാമ്പത്യ ജീവിത വിജയത്തിന്റെ ഏറ്റവും അടിസ്ഥാനം ലൈംഗിക ബന്ധം തന്നെയാണ്. അതൊരു തർക്കമില്ല കാര്യം. കറക്റ്റ്. ഞാൻ ആർട്ടിക്കിൾ കണ്ടിട്ടില്ല, അത് തേടിപ്പിടിച്ച് വായിക്കണം. അലിക്കോയ മാഷ് പറയണെന്ന് വെച്ചാൽ വിവാഹമോചനം ഇപ്പൊ നടക്കുന്നത് 40-ന്റെ 50-ന്റെ ഇടക്കാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഞാനൊരു ഡോക്ടറായിട്ട് സംസാരിച്ചു. ആദ്യം ഞങ്ങളൊരു സംഗതി പറയാം. നമുക്ക് ഇൽമ് എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ ഇൽമ് വീണുപോയ മുത്താണ് അല്ലെ? എവിടെ കണ്ടാലും അത് പൊറുക്കിയെടുക്കണം. അപ്പൊ ഓരോന്നും അറിയുന്ന ആൾക്കാരോട് അതിനെ പറ്റി ചോദിക്കുക. നമ്മൾ സാധാരണ എന്താ വെച്ചാൽ നമ്മക്ക് അറിയണ ഓരോട് പറയാൻ നിൽക്കുക, അത് വേണ്ട, അത് ഓര് വേണം ചോദിച്ചോട്ടെ. ഒരു വക്കീലിന്റെ അടുത്ത് പോയാൽ നിയമത്തെ കുറിച്ച് ചോദിക്കുക, ഡോക്ടറെ അടുത്ത് പോയാൽ ആരോഗ്യത്തെ കുറിച്ച് ചോദിക്കുക അല്ലെ? ഒരു ടീച്ചറെ അടുത്ത് പോയാൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചോദിക്കുക, ഒരു എഞ്ചിനീയറെ അടുത്ത് പോയാൽ അതിനെ കുറിച്ച്. ഇങ്ങനെ നിങ്ങൾ ചോദിക്കാൻ മെനക്കെട്ടോക്ക്. അപ്പൊ അള്ളാഹു ഇൽമ് ഇങ്ങനെ നമുക്ക് ധാരാളമായിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ പാളി അടർന്നു വീഴുന്നതിനെ കുറിച്ചിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിങ്ങനെ നിരന്തരമായിട്ട് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ഈ എൻഡോമെട്രിയം എന്ന് പറയുന്ന ഗർഭാശയ ഭിത്തി പൊളിഞ്ഞ് രക്തത്തോടൊപ്പം പോകുന്നതാണല്ലോ ഈ പറഞ്ഞ മെൻസ്ട്രുവേഷൻ. ഇതിങ്ങനെ എല്ലാ മാസവും സംഭവിക്കും. അപ്പൊ ഒരു 9 വയസ്സ് വേണ്ട, ഒരു 10 വയസ്സിൽ ഒരു കുട്ടിക്ക് ഇത് തുടങ്ങി. ആ കുട്ടിക്ക് ഇപ്പോ 19 വയസ്സായി. ഈ കാലം അത്രയും ഓരോ മാസവും ഇതിങ്ങനെ സംഭവിക്കുകയാണ്. ഇതിന്റെ ആവർത്തനം കൊണ്ട് വല്ല സംഗതി ഉണ്ടോ? അപ്പൊ അവര് പറഞ്ഞെന്താണെന്നറിയെങ്കിൽ, നമ്മൾ പഠിച്ചേക്കേണ്ട സംഗതിയാണ്, പുതിയ കുട്ടികളോട് നിങ്ങൾ പറഞ്ഞും കൊടുക്കേണ്ടതാണ്. ഈ സംഗതി അതിന്റെ നിരന്തരമായ സംഗതിയിലൂടെ ശരീരത്തിനകത്ത് പലതരം പ്രതികൂലാവസ്ഥകളും സൃഷ്ടിക്കുകയും ഗർഭാശയ ക്യാൻസർ പോലെയുള്ള സംഗതികളിലേക്ക് അത് എത്തുകയും ചെയ്യും. എന്താണ് സർ ഇതിന്റെ പരിഹാരം? ഇതിന്റെ പരിഹാരം ഗർഭധാരണം. അങ്ങനെ പരിഹാരം. അപ്പൊ ഗർഭധാരണം സംഭവിക്കുമ്പോ എന്തായി? അത് റീപ്രൊഡക്റ്റീവ്. ഈ തകർന്നതും പൊടിഞ്ഞതും പൊട്ടിയതും സംഗതികളൊക്കെ എന്താവും? 9 മാസക്കാലം ഈ സംഗതി ഇല്ല. അപ്പൊ അതുകൊണ്ട് അർത്ഥവുമില്ല. ആ കാലം കൊണ്ട് ഇതെന്ത് ചെയ്യും? റീപ്രൊഡക്റ്റ് ലെവലായി വരും. അങ്ങനെ ലെവലായി വന്ന് പിന്നെ എന്തായി? പിന്നെ പ്രസവരക്തം ഒക്കെ കഴിഞ്ഞ് പിന്നെ രണ്ടാമത് അതിലേക്ക് കടക്കും. അതിലേക്ക് കടന്നോട്ടെ, കുഴപ്പമില്ല. അപ്പോ ഈ 2 വയസ്സ് 2 കൊല്ലം ഉള്ള കുട്ടിയുടെ മുലയൂട്ടൽ കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇത് ആരംഭിക്കും, ഈ റെസ്റ്റ് ടൈം ആരംഭിക്കും. ഇങ്ങനെ ഏതാണ്ട് ആർത്തവിരാമത്തോട് അടുക്കുന്ന കാലം വരെ ഈ പ്രോസസ്സ് ഇങ്ങനെ തുടരുമ്പോൾ, അതുകൊണ്ടാണ് കൂടുതൽ പ്രസവിക്കുന്നവരില് ഈ സംഗതികൾ, ഈ രോഗങ്ങൾ കുറയുന്നത്. എന്ന് മാത്രമല്ല, നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനോട് ചോദിക്കുക, ഏറ്റവും റിസ്കി ആയിട്ടുള്ള പ്രസവം എന്ന് പറയുന്നത് 30 വയസ്സിന് ശേഷമാണ്. 30 വയസ്സിന് ശേഷം ഒരാൾ ഗർഭിണിയായാൽ പ്രത്യേക ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കും. അപ്പൊ ശരിക്കും പെൺകുട്ടി ഗർഭിണി ആവേണ്ടത് എപ്പോഴാണ്? നേരത്തെ ആവണം എന്ന് പറഞ്ഞാൽ കല്യാണം കുറച്ച് മതി, കുറച്ച് കഴിഞ്ഞിട്ട് മതി, ഇപ്പം വേണ്ട എന്ന് പറയുന്ന കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. ഇതൊരു മതത്തിന്റെ എന്തോ ഒരു ആവശ്യമല്ല. നിങ്ങൾ വേഗം പേടിച്ചിട്ട് ചില ആളുകൾ വളരെ പുച്ഛത്തോട് കൂടി ചോദിക്കും, എന്ത് അപ്പൊ തന്നെ കുട്ടികളെ നോക്കി അടുക്കല്ലേ എന്ന് ചോദിക്കുന്നത് വളരെ വലിയ റോങ് ആണ്. അങ്ങനല്ല. നമ്മളിപ്പോ എന്താ ചെയ്തത്? നമ്മളുടെ പഠന കേന്ദ്രങ്ങളൊക്കെ എന്താണ്? പുരുഷ കേന്ദ്രീകൃതമാണ്. ശരിക്കും വേണ്ടത് എന്താ? ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടികളുള്ള കോളേജിൽ ഡേ കെയർ ഹോമുകൾ ഉണ്ടാവണം. ആരോ പറഞ്ഞു കേട്ടു, സർക്കാരിന് അതിന് ഫണ്ട് ഉണ്ടോലും. ഫണ്ടുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളുടെ പഠിക്കുന്ന കോളേജിൽ ആ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥിനികളുടെ മക്കളെ നോക്കാനുള്ള സംവിധാനത്തിന് ഫണ്ട് വരെ ഉണ്ട് എന്നാണ്. അതായത് ചെലവാക്കലില്ല. അപ്പൊ എന്താ കാര്യം? പെണ്ണുങ്ങൾ പഠിക്കണം. എങ്ങനെ പഠിക്കണം? പെണ്ണായിട്ട് പഠിക്കണം. അപ്പൊ പെണ്ണിന് വേണ്ട സൗകര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കണം. പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നതിന് കുഴപ്പമില്ല, തൊഴിലിടങ്ങളിൽ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇപ്പൊ നമ്മൾ അങ്ങനല്ല. പെണ്ണ് പഠിക്കണം. എങ്ങനെ പഠിക്കണം? ആൺകുട്ടി പഠിക്കും പോലെ പെണ്ണും പോവുക, പഠിക്കുക. യൂണിസെക്സ് ടോയ്ലറ്റ്, അങ്ങനെയുള്ള ക്യാൻറ്റീന്, ഇതല്ല ശരിക്കും വേണ്ടത്. അത് പെണ്ണുങ്ങൾ അതിനും വേണ്ടി സമരം ചെയ്യും, ആണുങ്ങളും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം, അതുപോലെ തന്നെ ഇവര് പറയാണ് ഈ സ്തനാർബുദം, ബ്രസ്റ്റ് ക്യാൻസർ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് പ്രസവിക്കാത്തവർക്കാണ്, മുലയൂട്ടാത്തവർക്കാണ്. അപ്പൊ മുലയൂട്ടുക എന്ന് പറയുന്ന സംഗതി അള്ളാഹു നിശ്ചയിച്ച ഒരു പ്രകൃതമാണ്. ഇത് സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുമോ?
എന്നൊക്കെ വിചാരിച്ചിട്ട് ഇത് നിർത്തിവെച്ചാൽ, ബേബി ഫുഡ് കൊടുത്താൽ എന്ത് സംഭവിക്കും? എനിക്ക് തന്നെയാണ് കേട് പെണ്ണെ. അപ്പോ ഗർഭാശയ ക്യാൻസറുകള്, സ്തനാർബുദങ്ങൾ പോലെയുള്ള ഗൗരവപ്പെട്ട രോഗങ്ങളും ഉണ്ടാകാൻ ഇത് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കൃഷിയിടമാണ് സ്ത്രീകൾ. ആ കൃഷിയിടത്തെ താറുമാറാക്കാത്ത വിധം, തകരാറുണ്ടാവാത്ത വിധം, ഒരു ഏതോ ഒരു ജന്തു പിഞ്ഞാണപ്പീടിയെ കയറിയ മാതിരിയല്ല ഒരാൾ അയാളുടെ കൃഷിയിടത്തിലേക്ക് പോവുക. വളരെ വൃത്തിയിലും ഭംഗിയിലുമായി. ഇങ്ങനെയാകണം നിങ്ങളുടെ സംഗതി. ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ, നമുക്ക് ഇടവേളയിൽ വന്ന സമയം കൂടി എടുക്കുന്നുള്ളൂ. അതാണ് നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? വിശപ്പ് മാറാൻ. പിന്നെ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? ശരീരം പുഷ്ടിപ്പെടാൻ. ഇതിനു വേണ്ടി മാത്രമാണെങ്കിൽ ഇപ്പൊ ഉണ്ടാക്കണമൊക്കെ തിന്നണോ? തിന്നണ്ട. നമ്മൾ അതിനു വേണ്ടി മാത്രമല്ല ഭക്ഷണം കഴിക്കുന്നത്, ആസ്വദിക്കാൻ കൂടിയാണ്, അല്ലേ? ആസ്വാദനത്തിന് കൂടി ഭക്ഷണം കഴിക്കുന്ന ഏക ജീവി മനുഷ്യനാണ്, അല്ലേ? ആണോ? അല്ലേ? ആണ്. ഇപ്പൊ നമ്മൾ ഉദാഹരണം, എല്ലാ ഭക്ഷണം ഒന്നും പറയില്ല, വൈകിയ വേളയിൽ ഞാൻ പറയാം കക്കിരി തിന്ന. കക്കിരി 4 ചെത്ത് തോലും ചെത്തിയിട്ട് ഇങ്ങനെ വെട്ടിയാടെ കൊണ്ടിട്ടിട്ടാലും കക്കിരി തന്നെയാണ്. ഒരു സാധനം എടുത്തിട്ട് ചിരണ്ടി ഒന്നിങ്ങനെ മുറിച്ചാടിട്ട് കൊടുത്താലും കക്കിരി. അത് തിന്നാലും വെള്ളയിലെത്ത എന്ത് തന്നെയാണ്? കക്കിരി. അതേ സമയത്ത് ഇങ്ങനെ വലിക്കുമ്പം തന്നെ പൂവുമാരി ആയി വരുന്ന ആ സാധനം കൊണ്ട് ചെത്തി നല്ല വൃത്തിയിൽ വെട്ടി അത് വട്ടത്തിൽ വെച്ച് അതിന്റെ നടുക്കൊരു ചെറുനാരങ്ങ ഇങ്ങനെ കീറിയിട്ട് ഒരു പൂ വിരിഞ്ഞ പോലെ അവിടെ വെച്ച്, അല്ലെ? ഒരു പൊതിയന്റെ ഇലപ്പുറത്ത് ഒരു സ്ലൈസ് വെച്ച് ഇങ്ങനെ കൊണ്ടുപോയി വെച്ചു കൊടുത്താൽ തിന്നല കക്കിരിയോ? അത് ഇവര് കൊടുക്കലുണ്ട് വിരുന്നിരുന്നോൽക്ക്. പോലെയൊന്നും കിട്ടൂല, നമുക്ക് വേറെ സ്ഥലത്തൊന്നും കിട്ടും. അങ്ങനെ അവനാന്റെ ആൾക്കാർക്ക് ഇതൊന്നും കൊടുക്കൂല. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. വീട്ടിൽ വിരുന്നാര് വരുന്ന സമയത്ത് നല്ല ബെഡ്ഷീറ്റ് ഇടും, നല്ല കാലുകൊടുക്കണൊക്കെ ഇടും. വിരുന്നാര് പോയി കഴിഞ്ഞാൽ നല്ല കാലുകൊടുക്കണ എടുത്ത് വെച്ചിട്ട് പഴയ മാക്സി കൊണ്ടുപോയിട്ട് വിരിക്കും. പിന്നെ ഇങ്ങനെ. അപ്പൊ അവനാന്റെ വീട്ടുകാരെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴും ആണുങ്ങൾ വേറെ ഉള്ള പുരയില് പോവാനുള്ള ഒരു ടെൻഡൻസി. കാരണം അവിടെ ചെല്ലുമ്പോൾ നല്ല വിരിപ്പ്, നല്ല കക്കിരി ഒക്കെ കിട്ടും. അതൊക്കെ ഓരോരുത്തർ ശ്രദ്ധിക്കണം. നിങ്ങളെ മിടുക്ക് പോലെ ഇരിക്കും. നല്ലോണം ശ്രദ്ധിക്കുക. പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ എല്ലാം നിങ്ങൾ ആദ്യം അവനാന്റെ പുരയുള്ളവർക്ക് കൊടുത്തോളി. അതാണ് നിങ്ങൾക്ക് നല്ലത്, നമുക്കും നല്ലത്, എല്ലാവർക്കും നല്ലത്. അപ്പൊ ഭക്ഷണം ഡെക്കറേറ്റ് ചെയ്യുന്നതിൽ പോലും അതിന്റെ പ്രാധാന്യമാണ്, അല്ലേ? അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ബിരിയാണിയിൽ ഇട്ടാലും പിന്നെ അവസാനം വിളമ്പിയതിന്റെ മുകളിൽ ഇങ്ങനെ വിതറിയിട്ട് വെച്ചാൽ ഉണ്ടാകുന്ന ഒരു ആസ്വാദനം കൂടി ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു ഘടകമാണ്. മനുഷ്യന്മാർക്ക്, ജന്തുക്കൾക്ക് അതിന്റെ ആവശ്യം ഉണ്ടാവും. ലൈംഗികതക്കും ഇത് ബാധകമാണ്. നായ ഇണചേരുന്നത് ഒരു പക്ഷെ കുട്ടലുണ്ടാവാൻ മാത്രമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പക്ഷികളെ പോലെ ആകരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ അതിനു മുമ്പ് ദൂതന്മാരയക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ റസൂലെ ദൂതന്മാർ? നല്ല വർത്താനവും ചുംബനവും ഒക്കെയാണ് എന്ന് പറയുന്നു. പുതിയ ഭാഷയിൽ അതിന് ഫോർപ്ലേ എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് എന്താ? അതൊക്കെ നിങ്ങൾ പുതിയ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഈ സംഗതിക്ക് എക്സ്പയറി ഡേറ്റ് ഇല്ല, പുരുഷന്മാരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കൃഷിയിടത്തെ മനോഹരമാക്കി വെക്കുക എന്ന് പറയുന്നത് വളരെ. വീട്ടിൽ നിന്നും പുറത്തൊക്കെ പോയാൽ, തിരുവനന്തപുരത്തൊക്കെ എന്തെങ്കിലും പോയാല് ആ മുഷിഞ്ഞ് ചാട്ടച്ച് നാശായ കോലത്തിൽ പുരയിൽ വന്ന് കയറരുത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്കായിരുന്നു വന്നിരുന്നത്. അവിടുന്ന് കുളിച്ച് വൃത്തിയാക്കി ശുദ്ധിയാക്കി ഞാൻ വരുന്നുണ്ട് എന്നുള്ള വിവരം അകത്തേക്ക് കൊടുത്തിട്ടാണ് പോയിരുന്നത് എന്നാണ്. അതിനകത്ത് അങ്ങനെ പോകേണ്ടത്. പെണ്ണ് എങ്ങനെയാണ് പോണത്? സകല പെണ്ണുങ്ങളെയും കാണാൻ നല്ല രസം, പുരയുള്ളതിന്റെ മാത്രം വേറെന്തോ ഒരു പോലെ. എന്താ കാര്യം? എല്ലാ പെണ്ണുങ്ങളെയും നമ്മൾ കാണുന്നത് അവര് പുറത്തിറങ്ങുന്ന കോലത്തിലാണ്. നമ്മളെ പുരയുള്ളതിനെ കാണുന്നത് ഈങ്ങിപ്പോയിത്ത കോലത്തിലാണ്. എല്ലാം തേച്ച് വൃത്തിയാക്കി മാക്സിയിലൊക്കെ അവസാനത്തെ പാത്രം കഴിയതിന്റെ മണവും കൂടി അടിച്ച് അങ്ങനെ വന്ന് ബെഡിനോളം ഇങ്ങനെ കിടക്കുമ്പോ ഇത് മാത്രം എന്താ പഠിച്ചോനെ ഇങ്ങനെ. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരുങ്ങണം, നിങ്ങൾ നല്ല ഉഷാറാവണം. നിങ്ങൾക്ക് അത്തറ് പരത്താൻ അനുവാദമുണ്ട്, ആഭരണം ധരിക്കാൻ അനുവാദമുണ്ട്, നിങ്ങൾക്ക് എല്ലാ നിലക്കും മേക്കപ്പ് ചെയ്യാൻ അനുവാദമുണ്ട്. ആരെടുത്ത്? നമ്മൾ അത് മാത്രം ചെയ്യൂല, നാട്ടുകാരെ മൊത്തം എടുത്ത്
അതുകൊണ്ട് തന്നെ രണ്ട് ദമ്പതികൾ എതിരെ മുഖത്തോട് മുഖം വരികയാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചോളാണ്ടി ഈ വരുന്ന സമയത്ത് ഈ ചങ്ങായി ആരാ നോക്കണത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതുവരെ ശ്രദ്ധിച്ചോ എന്തുകൊണ്ടാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കി. അപ്പൊ അതുകൊണ്ട് ഔക്കർക്കാർക്ക് ഇന്നത്തെ ക്ലാസ് മിസ്സായതല്ല. അതുകൊണ്ട് വളരെ ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കും മനുഷ്യന്മാരെ. 6236 ആയത്തുകൾ അള്ളാഹു ഖുർആനിൽ തന്നത് നമ്മൾ നന്നാവാനാണ്. 6236 ആയത്തുകളിൽ 2 പ്രധാനപ്പെട്ട ആയത്തുകൾ നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ ഞങ്ങളെ പറ്റിയെന്ന് അറിഞ്ഞില്ലേ, അതെ, പെണ്ണിനെ പറ്റിയാണ്. ഇത് നമ്മുടെ ബന്ധങ്ങൾ സുദൃഢമാകാനും ജീവിതം സന്തോഷകരമാകാനും ഹാപ്പിനെസ് നമുക്ക് എവിടുന്ന് കിട്ടും? നമുക്ക് നമ്മളെ പുരയിൽ തന്നെ കിട്ടും. അങ്ങനെ കിട്ടാനും വേണ്ടി ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കേട്ടോ മാഷ് പറഞ്ഞത്, യുദ്ധകാലത്തിന്റെ പിന്നിലും ഈ സയൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഭർത്താവ് മരിച്ചതാണെങ്കിലും വിവാഹമോചിതയാണെങ്കിലും ഈ പറഞ്ഞൊരു സയൻസ് അതിലുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും അവസാനിപ്പിക്കുകയാണ്. ഒരു വാക്കുകൂടി, വഖദ്ദിമൂ ലി അൻഫുസിക്കും എന്നതിൽ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കണം. നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കണം. കൃത്യമായ പ്ലാൻ വേണം, കൃത്യമായ ആസൂത്രണം വേണം, കൃത്യമായ ഒരുക്കങ്ങൾ വേണം. അങ്ങനെയൊക്കെയാണ് ഈ തരം ബന്ധങ്ങളെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എന്നിട്ട് അല്ലാഹ് പറയാണ്, വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅലമു അന്നകും മുലാഖൂ, നിങ്ങൾ അള്ളാഹിനെ കണ്ടുമുട്ടേണ്ടി വരൂട്ടോ എന്ന് നിങ്ങൾ മനസ്സിലായിക്കോളൂ. വബശ്ശിരിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് ശുഭവാർത്ത അറിയിക്കുക. ഇതിനെല്ലാം അള്ളാഹു ബന്ധപ്പെടുത്തുന്നത് തഖ്വയായിട്ടാണ്. ഇതിനെല്ലാം അള്ളാഹു ബന്ധപ്പെടുത്തുന്നത് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നതുമായിട്ടാണ്. ഈ ഒരു രംഗത്ത് സ്ത്രീ ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല എന്ന് ശപഥം ചെയ്യുന്ന ഒരു ജാഹിലിയ വിശ്വാസം ലിആൻ അതിന് പറയാം. അത് അള്ളാഹുവിന്റെ റസൂൽ വിലക്കി. അങ്ങനെ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വിലക്കി. അപ്പൊ അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ പെട്ടൊന്നാണ്. ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല എന്നൊരാൾക്ക് ശപഥം ചെയ്യാൻ പാടില്ലാത്ത പോലെ ഞാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല എന്നൊരാൾ ശപഥം ചെയ്യാൻ പാടില്ല. ഒരാളെ കുറിച്ച് അയാളുടെ ഭാര്യ വന്നിട്ട് റസൂലിന്റെ സന്നിധിയിൽ പരാതി പറഞ്ഞു, അല്ലേ? ആ പെണ്ണൊരു കോലം കെട്ടാ നടക്കണേ. അപ്പൊ ചോദിച്ചു, എന്താണ് ഇങ്ങനെ നടക്കണേ? ഞാനിപ്പോ എന്തിനാണ് നല്ലോണം നടക്കണെന്ന് ചോദിച്ചു. അപ്പോ പിന്നെ അത് മനസ്സിലായ റസൂല് ആളെ വിളിച്ചു, ഭർത്താവിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് ചോദിച്ചു, നീ ഭാര്യ അടുത്ത് പോയില്ലേന്ന്. അല്ലാണ്ട് റസൂലെ, ഞാനിങ്ങനെ രാത്രി ഇങ്ങനെ നിസ്കരിക്കുകയാണ് ചെയ്യാറ്, പകല് നോമ്പും പിടിക്കും. എന്നാ ഓളടുത്ത് പോകാൻ പറഞ്ഞു. റസൂൽ എനിക്കിന്ന് നോമ്പാണ്, ഞാൻ പിന്നെ ഇന്ന് നോമ്പ് മുറിച്ചിട്ട് പോകാൻ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താ ഈ ദീന്? നോമ്പാണ്, എന്നെക്കാൾ വലുതുണ്ടോ? പക്ഷേ ഈ സുന്നത്ത് നോമ്പ് നീ ഒഴിവാക്കിയിട്ട് ഭാര്യയുടെ അടുത്ത് പോകണമെന്ന്. അപ്പൊ അതുകൊണ്ട് അമറക്കുമുള്ള അള്ളാഹു കൽപ്പിച്ചതാണ് ഇത്തരം കാര്യങ്ങൾ. അതിന്റെ സൂക്ഷ്മതയോടെ തഖ്വയോട് കൂടി തന്നെ അത് പുലർത്തണം. ഞാൻ പറയുന്നത്, നിങ്ങൾ മഹല്ലടിസ്ഥാനത്തിലോ ഏതെങ്കിലും അടിസ്ഥാനത്തിൽ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നിർബന്ധമായി നടത്തണം. പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് നടത്തണം. വിവാഹം കഴിക്കാൻ പോണ കുട്ടികൾക്ക് മാത്രമല്ല, കഴിച്ചു കഴിഞ്ഞ ഉടനെയുള്ള കുട്ടികൾക്ക് വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എങ്ങനെയെന്നത് പോലും സഭ്യമായ രീതിയിൽ പഠിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉപകാരപ്രദമായ വിജ്ഞാനം നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന്, ശമനമില്ലാത്ത രോഗങ്ങളിൽ നിന്ന്, വീട്ടിൽ തീർക്കാൻ കഴിയാത്ത കടബാധ്യതകളിൽ നിന്ന്, മരണസമയത്ത് അദാബിൽ നിന്ന്, നരകശിക്ഷയിൽ നിന്നൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഏറ്റവും ഹൈറായത് നൽകുമാറാകട്ടെ. കുടുംബത്തിന് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.